അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? പ്രധാനമായിട്ട് 2 ചോദ്യങ്ങളാണ് വന്നത്. ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അതായത് ഷുഗറുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാന കാര്യം. മുൻകരുതലുകൾ എടുക്കേണ്ടത്. ഷുഗറിന്റെ കൺട്രോളിന് കാര്യമുണ്ട്. ഷുഗർ കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ, കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഈ 2 കാര്യങ്ങളാണ് ഷുഗറുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഷുഗർ വല്ലാതെ കൂടാതെ സൂക്ഷിക്കുക, അത് നിയന്ത്രിച്ചുകൊണ്ട് പോകുക എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങൾ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഷുഗർ കാരണം നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് മുൻകൂട്ടി കാണുക, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യത്തെ കാര്യത്തിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന അളവ് കുറയ്ക്കുക, ഇടവേള കൂട്ടുക. അതായത് ഇടക്കിടക്ക് കഴിക്കുക, അളവ് കുറയ്ക്കുക. ഫ്രീക്വന്റ് സ്മാൾ മീൽസ് ആണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പൊതുവെ പറയാറ്. അതിന്റെ കൂടെ ഹൈ കലോറി ഫുഡ് കുറയ്ക്കുക, അതായത് കൂടുതൽ വല്ലാതെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക. പൊതുവെ പറയുകയാണെങ്കിൽ കുറഞ്ഞ ഭക്ഷണം ഇടവിട്ട് കഴിക്കുക. അതെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ. 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും 2 ഒരു ഹൈ ഫൈബർ ബിസ്ക്കറ്റുകളെങ്കിലും കഴിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, ശരീരത്തിന്റെ കഴിവ് കുറവാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അത്ര മാത്രം ഊർജം നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ അത് കൺട്രോൾ ചെയ്യേണ്ട കഴിവ് കുറച്ചുകൂടെ പണി കുറഞ്ഞിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രാത്രിയിൽ നമ്മൾ കഴിവതും അരിപദാർത്ഥങ്ങൾ ഒഴിവാക്കുക. പിന്നെ എക്സസൈസ്, നമ്മൾ റെഗുലർ എക്സസൈസുകൾ, അതായത് ഒരാഴ്ചയിൽ 4 ദിവസമെങ്കിലും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും കൈകാലം അടച്ചിട്ടുള്ള എക്സസൈസ്, ചെറുതായിട്ടൊന്ന് ചെറിയ സ്പീഡിൽ നടക്കുക, അല്ലെങ്കിൽ കൈയും കാലുകളൊക്കെ ശരിക്കും ഇളക്കി എല്ലാ ഭാഗത്തിനും. നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിലേക്ക്, നമ്മുടെ പേശിയിലേക്ക് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിന് നല്ലതാണ് നമ്മുടെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ഷുഗറൊക്കെ പേശിയിലേക്ക് പോയി അത് കുറച്ചുകൂടെ കൺട്രോൾ വരുത്തും. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, എക്സസൈസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് പൊതുവെ ഭക്ഷണ നിയന്ത്രണം, അതുപോലെ തന്നെ എക്സസൈസ്, ഇതാണ് പൊതുവെ പറയാറ്. അത് ഭക്ഷണം ഷുഗർ കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ. പിന്നെ ബാക്കി അത് കഴിഞ്ഞിട്ടും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ കൂടെ പിന്നെ പറയാനുള്ളത് ഷുഗർ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കുകയാണ്. ഷുഗർ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. തലച്ചോറ്, കിഡ്നി, ഹാർട്ട്, ലിവർ, കണ്ണ്, കാലുകൾ, എല്ലാ ഭാഗത്തിനെയും ബാധിക്കുക. അപ്പൊ പൊതുവെ നമ്മൾ പ്രധാനമായിട്ട് പറയാറ് എല്ലാ ഷുഗറിന്റെ നിയന്ത്രണത്തിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിനെ ബാധിക്കാം. അപ്പോ 6 മാസത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കാണിക്കുക. അതല്ലെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ പോയിട്ട് ഒരു ഒഫ്താൽമോസ്കോപ്പ് വഴി കണ്ണിന്റെ ബാക്കിലുള്ള നമ്മുടെ റെറ്റിനയുടെ, അതായത് നേത്രപടലത്തിന്റെ അവിടെയുള്ള രക്തക്കോയലുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് അന്ധതയ്ക്ക് വരെ കാരണമാകാം. അതൊക്കെ ഒരു കുറെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ കണ്ണിനെ ബാധിക്കുന്നതും കിഡ്നിയെ ബാധിക്കുന്നതൊക്കെ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അല്പം 5 വർഷം 10 വർഷം കഴിഞ്ഞു. പക്ഷെ അത് തടയണമെങ്കിൽ നമ്മൾ മുന്നേ അതിനെ മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി എടുത്താലേ അതിനെന്തെങ്കിലും നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഷുഗർ 5 10 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തേക്ക് നിൽക്കുമ്പോഴാണ് കണ്ണ്, കിഡ്നി പോലെയുള്ള അവയവങ്ങളെ ബാധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കുക. പക്ഷെ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ, നമുക്ക് അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് ചികിത്സിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്കൊരു ലക്ഷണങ്ങളില്ലെങ്കിൽ പോലും കിഡ്നിയുടെ പ്രവർത്തനവും കണ്ണിന്റെ പ്രവർത്തനവും എടുത്ത് നോക്കേണ്ടി വരും എന്ന് പറയുന്നത്. കിഡ്നിയുടെ കാര്യം പറഞ്ഞു, കണ്ണിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാലിനടിയിൽ വിള്ളൽ വരിക അല്ലെങ്കിൽ അവിടെ മുറിവുണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ദിവസം കാലിനടിയിലുള്ള കാര്യം കാലിനടിയിൽ ശ്രദ്ധിക്കുക. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പഴയ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാല് ഉരച്ച് കഴുകാനുള്ളൊരു ഭാഗം ഉണ്ടാവും. ആ ഉരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാലിൽ കട്ടിയായി ഇങ്ങനെ തൊലി നിൽക്കുന്നത് കാണാം അല്ലെ. കട്ടിയായി കാലസ് എന്നാണ് അതിന് പറയാം. ഒരു എന്താ പറയാ, നമുക്കൊരു തഴമ്പ് പോലെ കാലിലുണ്ടാവും. അതുണ്ടാവുന്നത് ഷുഗറുള്ള രോഗികൾക്ക് നല്ലതല്ല. അത് ഒരു അൺഡ്യൂ പ്രഷർ ഉണ്ടാക്കിയിട്ട്, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ഇങ്ങനെ ഉരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ച് അത് നമ്മുടെ കാലിനടിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഉരച്ച് കളയണം. അതിനുവേണ്ടി നമുക്കൊരു ചെറിയൊരു മിറർ ഉപയോഗിക്കണം.
എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ഷുഗർ രോഗികളും, പ്രത്യേകിച്ച് കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഷുഗർ രോഗികൾ ഒരു ചെറിയ മിറർ, ചെറിയ കണ്ണാടിയെങ്കിലും വെച്ച് കാലിന്റെ അടിഭാഗം നമുക്ക് നോക്കണം. കാലിന്റെ അടിയിൽ എന്തെങ്കിലും നിറവ്യത്യാസമോ, കാരണം നിറവ്യത്യാസം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തൊലി കട്ടിയായി നിൽക്കുന്നത് കാലസ് എന്നാണ് അതിന് പറയാം. അത് പ്രധാനപ്പെട്ട കാരണമാണ്. അത് കാലസ് ഒരു ആണി പോലെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഒരു കല്ല് പോലെ പ്രവർത്തിക്കും. നമ്മൾ കല്ല് നമ്മുടെ കാലിന്റെ അടിയിൽ വെച്ച് നടന്നാൽ എങ്ങനെയിരിക്കും? ആ കല്ല് ഇങ്ങനെ കുത്തി കുത്തി ഉള്ളിൽ വേദനിക്കില്ല എന്ന് പറഞ്ഞ പോലെ കാലസ്, ഈ ശരീരത്തിന്റെ തൊലി കട്ടിയായി നിൽക്കുന്നത്, അത് നമ്മൾ ഉരച്ചു കളയാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യണം. അതിന്റെ കൂടെ അകത്ത് നടക്കുമ്പോഴും ഡയബറ്റിക് ഫുഡ്, ആണിരോഗമല്ല, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗത്ത് ഒരു കല പോലെ വരില്ലേ കാലില്, നമ്മൾ തഴമ്പ് എന്ന് പറയും, തഴമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കാലിൽ കട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ തഴമ്പ് പോലെയുള്ള ഭാഗം നമ്മൾ കളയാനുള്ള കാര്യങ്ങൾ. വിള്ളലല്ല, തഴമ്പ് തൊലി തന്നെ കട്ടിയായി നിൽക്കുന്നത്. ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുടെ കയ്യിലത്തെ തഴമ്പ് കാണില്ല, അതുപോലെ കാലിൽ വല്ലാതെ കട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കണം. അതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് അത് തഴമ്പ് പോലെയുള്ള ഭാഗം കുറച്ച് എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അറിഞ്ഞോളുന്നില്ല, വേദന ഉണ്ടായിക്കൊള്ളുന്നില്ല ഷുഗറുള്ള ആളുകൾക്ക്. അതുകൊണ്ട് മുൻകൂട്ടി കാണണം. അതുകൊണ്ടാണ് ഒരു മിറർ വെച്ച് കാലിന്റെ അടിഭാഗം നോക്കണം. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ഷുഗറുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് നടക്കുന്ന കുറച്ചു കാലം ഷുഗറുള്ള ആളുകൾ നടക്കുമ്പോൾ ചെരുപ്പിടാതെ നടന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് കാലിനടി പൊള്ളിയാൽ പോലും ചിലപ്പോൾ അറിയില്ല, കാരണം അവിടുത്തെ ഞരമ്പുകളെ ബാധിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക തരം ചെരുപ്പുകളുണ്ട്, അങ്ങനെ അതുവരെ ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി ഇൻസ്പെക്ഷൻ കാലിനടിയിൽ നോക്കണം. പിന്നെ നമ്മുടെ ഹാർട്ടിനെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് പൊതുവെ ചെയ്യാനുള്ളത് ഷുഗർ ശരിക്ക് കൺട്രോൾ ചെയ്യുക. അതിന്റെ കൂടെ പ്രഷർ, കൊളസ്ട്രോൾ പോലെയുള്ള മറ്റു കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി പരിധിയിൽ നിർത്തുകയാണെങ്കിൽ തലച്ചോറിനെയും ഈ ഹാർട്ടിനെയൊക്കെ ബാധിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഒരു ചോദ്യം ഇതാണ്, പൊതുവെ ഷുഗറിന്റെ കൺട്രോളും അതുപോലെ തന്നെ ഷുഗറിന്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് കുറയ്ക്കാനും വേണ്ടി ഡയബറ്റീസ് രോഗികൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2 തരം ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊരു വിവരണമാണ്. ഷുഗർ 2 തരം ഉണ്ടെന്ന് പറയാറുണ്ട്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ്, ഇൻസുലിൻ നോൺ ഡിപ്പെൻഡന്റ് എന്നായിരുന്നു പേര് പറഞ്ഞിരുന്നത്. ഒന്നുകിൽ ഇൻസുലിന് ആവശ്യമുള്ളതും ഒന്ന് ഇൻസുലിൻ ആവശ്യമില്ല. പക്ഷെ രണ്ടിനും ഇൻസുലിൻ വെച്ച് ചികിത്സിക്കേണ്ട അവസ്ഥ വന്നതോടുകൂടി ആ പേര് മാറ്റി ടൈപ്പ് 1, ടൈപ്പ് 2 എന്നുള്ള രീതിയിലാണ് പറയാറ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ തന്നെ കുറവാണ്. ഇൻസുലിൻ എന്നാൽ നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ, ശരീരത്തിനകത്തുള്ള ഹോർമോൺ. ഇൻസുലിന്റെ അളവ് തന്നെ കുറഞ്ഞത് കാരണം അവർക്ക് ഡയബറ്റീസ് വരുന്നു. അതാണ് ടൈപ്പ് 1. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലുണ്ട്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മുടെ ശരീരത്തിന് കാര്യമായ തിട്ടമില്ലാതെ പോയി. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഇൻസുലിൻ ഉണ്ട്, ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടാവാം. അങ്ങനെയുള്ള അവസരങ്ങളിൽ അതാണ് രണ്ടാമത്തെ തരത്തിൽ. രണ്ടിന്റെയും ചികിത്സയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നിന് ഇൻസുലിൻ മാത്രമേ പറ്റുള്ളൂ, രണ്ടാമത്തേന് ഇൻസുലിന്റെ കൂടെ അല്ലെങ്കിൽ ഇൻസുലിന് മുമ്പായിട്ട് നമുക്ക് ഗുളികകൾ വെച്ചിട്ട് ചികിത്സിക്കാൻ പറ്റും. ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ. അതാണ് പൊതുവെ ഒരു പ്രായമാവുന്ന ആളുകളിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് സാധാരണഗതിയിൽ വരിക. പ്രായം കുറഞ്ഞ ആളുകളിൽ തന്നെ ഡയബറ്റീസ് വരുന്നെങ്കിൽ അത് കൂടുതലും ടൈപ്പ് 1 ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ ഇൻസുലിൻ മാത്രമാണ് പൊതുവെ ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കാറുള്ളത്. ഇതാണ് പൊതുവെ അബ്ദുള്ള സാഹിബ് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങൾ. രണ്ടാമത്തെ വേറൊരു ചോദ്യം ചോദിച്ച ആ വ്യക്തി പോയോ? ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നല്ലോ, ക്യാൻസറുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. അദ്ദേഹം പോയി ഇവിടെയുണ്ട്. അത് പൊതുവെ എല്ലാവർക്കും വേണ്ടി പറയാണ്, ക്യാൻസറിന്റെ മുൻകൂട്ടി കാണുക എന്നുള്ളത്. അത് വളരെ, ഞാൻ പറഞ്ഞു, അത് ഓരോ ഭാഗത്തിനനുസരിച്ച്. പൊതുവെ ഞാൻ എല്ലാ ഭാഗങ്ങളും വേണമെങ്കിൽ നമുക്ക് പറയാം. തൊലിയിലുള്ള ക്യാൻസറിൽ ആദ്യം പറയാം. നമ്മുടെ തൊലിയിൽ പലതരത്തിലുള്ള ക്യാൻസറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പല പ്രധാനപ്പെട്ട കാരണങ്ങൾ പുകവലി, അതുപോലെ തന്നെ വെയിൽ വല്ലാതെ കൊള്ളുന്നത്, അതൊക്കെ ഒരു കാരണം. പല കാരണങ്ങളാണ്. പിന്നെ റേഡിയേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ വരുന്ന കാർസിനോജൻസ്. പൊതുവെ ഇങ്ങനെ പറയാം. തൊലിയിലുള്ള ക്യാൻസർ, വല്ലാതെ വെയിൽ കൊള്ളുന്നത്, പിന്നെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ, കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വല്ലാതെ വെയിൽ കൊള്ളുന്നത്, വല്ലാതെ ചൂട് കൊള്ളുന്നത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഏതായാലും
നമ്മൾ സാധാരണ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് വെയിൽ വല്ലാതെ കൊള്ളുന്നത് കുറയ്ക്കാം. അതുപോലെ തന്നെ തൊലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടത് മുൻകൂട്ടി ഡോക്ടറെ കാണിക്കേണ്ടി വരികയാണെങ്കിൽ കാണിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറുക് നമ്മൾ പറയാറില്ല, മറുകിന് നമ്മുടെ ശരീരത്തിലുള്ള തൊലിയുടെ നിറവ്യത്യാസം അത് വളരെ പെട്ടെന്ന് വലുതാവുക, അല്ലെങ്കിൽ അതിന്റെ സൈസ് അത് ഇറഗുലർ ആയിട്ട്, അതിന്റെ ബോർഡേഴ്സ്, നമ്മൾ സാധാരണ രീതിയിൽ മറുകിന് അതിന്റെ അരികുകൾ നല്ല സ്മൂത്ത് ആയിരിക്കും. അത് സ്മൂത്ത്നെസ് പെട്ടെന്ന് നഷ്ടപ്പെടുക, അതുപോലെ തന്നെ അത് പെട്ടെന്ന് വളരുക, അതിൽ നിറവ്യത്യാസം കാണുന്നതൊക്കെ ആണെങ്കിൽ അത് ഡോക്ടറെ കൊണ്ട് പരിശോധിക്കേണ്ടി വരും. മുൻകൂട്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഉണങ്ങാത്ത മുറിവുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ക്യാൻസറിന്റെ ലക്ഷണമാകാം. ഉണങ്ങാൻ വൈകുന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ലക്ഷണമാകാം. അതാണ് തൊലിപ്പുറത്തുള്ള ക്യാൻസറിനെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്. പിന്നെ വായ്ക്കകത്തുള്ള ക്യാൻസർ, വായ്ക്കകത്തും അതുപോലെ തന്നെ അതിന്റെ പ്രധാന ഉപയോഗം ക്രാൻച്യൂവിന് കാരണം ഇങ്ങനത്തെ മുറുക്കുന്നത്, പുകയിലിട്ട് മുറുക്കുന്നത്, എന്തെങ്കിലും ഉത്തേജക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, പുകവലി, മദ്യം ഒക്കെ അതിന് കാരണങ്ങളാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും ചില ആൾക്ക് ഉണ്ടാവാം. അത് എക്സെപ്ഷൻസ് ആണ്, വളരെ അപൂർവങ്ങളിൽ കാണുന്നതാണ്. പിന്നെ അങ്ങനെയുള്ള ആളുകൾ വായിലുള്ള മുറിവ് ഉണങ്ങാൻ വൈകുന്ന മുറിവുകൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഡോക്ടറെ കാണിച്ച് ഉണങ്ങാൻ വൈകുന്ന മുറിവുകൾ, അതിന് വായിക്കകത്തുണ്ടാവുന്ന നിറവ്യത്യാസങ്ങൾ, ചിലപ്പോൾ വെള്ള കളറിൽ ഒരു പാടായിട്ട് ചിലപ്പോൾ വായിക്കകത്തുള്ള ക്യാൻസറിന്റെ തുടക്കം വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് വരാം. വായിക്കകത്തുള്ള, പിന്നെ വയറിനകത്തുള്ള ക്യാൻസർ, നമ്മൾ ആമാശയ ക്യാൻസർ എന്നൊക്കെ പറയാം. ആ ക്യാൻസറിൽ വായക്കകത്ത് മുറിവ്, ആമാശയത്തിനകത്ത് അൾസർ ഉള്ള ആളുകളിൽ അൾസർ ക്യാൻസറായിട്ട് മാറാം. അതല്ലാതെ അൾസറിന് കാരണമായിട്ടുള്ള ഒരു തരം അണു, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയും, അത് വയറിനകത്തുള്ള ആമാശയത്തിൽ ക്യാൻസറിന് കാരണമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സകൾ വേണ്ടിവരും. ഏതായാലും ഒരു രോഗി എന്നുള്ള നിലയ്ക്ക് ചെയ്യാവുന്നത് വയറിൻ്റെതായിട്ടുള്ള ക്യാൻസറിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വല്ലാതെ ഗ്യാസിന്റെ പ്രശ്നം, വല്ലാതെ വൊമിറ്റിംഗ്, വയറിലെ വേദനകൾ, മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ മരുന്നുകൾ കൊടുത്തിട്ടും വല്ലാതെ വീണ്ടും വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഴലിറക്കി പരിശോധിക്കേണ്ടി വരും. ഒരു തവണ 2 തവണ വീണ്ടും ഗ്യാസ് തന്നെയാണെന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് 2 തവണയിൽ കൂടുതൽ വീണ്ടും വരികയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് 40 വയസ്സൊക്കെ കഴിഞ്ഞുള്ള ആളുകളിൽ ഗ്യാസിന്റെ പ്രശ്നം വല്ലാതെ അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ, ഷുഗറുള്ള ആളുകൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ കാരണങ്ങളൊന്നുമില്ല, 40 അല്ലെങ്കിൽ കുറച്ച് പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് ഗ്യാസിന്റെ പ്രശ്നം, ഛർദി, വയറുവേദന ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ കുഴലിറക്കി പരിശോധിക്കേണ്ടതായിട്ട് വരും. മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. വയറിനകത്തുള്ള ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. മുകൾ ഭാഗത്തുള്ള താഴ്ഭാഗത്തുള്ള ക്യാൻസർ, അതായത് വയറിന് നമ്മുടെ മുകൾ ഭാഗമുണ്ട്, താഴ്ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ മലദ്വാരവും അല്ലെങ്കിൽ നമ്മുടെ വൻകുടലും വയറ്റുമുട്ട ക്യാൻസറിനാണെങ്കിൽ നമുക്ക് വയറിളക്കം, വയറ് സ്തംഭനം, ഇത് മാറി വരിക എന്നുള്ളത്, കുറച്ച് ദിവസത്തേക്ക് വയറിളക്കം, പിന്നെ വയറുസ്തംഭനം, അതല്ലെങ്കിൽ വയറുസ്തംഭനം മാത്രം, പിന്നെ വയറ്റിൽ നിന്ന് രക്തം പോവുക. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? വയറ്റിൽ നിന്ന് രക്തം പോവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. എല്ലാ ക്യാൻസറിന്റെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് വെയിറ്റ് വല്ലാതെ കുറയുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് കുറയുക, വല്ലാതെ ക്ഷീണിക്കുക. വയറിന്റെ ക്യാൻസറും പൊതുവെ ക്യാൻസർ പറഞ്ഞു കഴിഞ്ഞു. തൊലിപ്പുറത്തെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. ശ്വാസകോശ ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുകവലി കുറെ കാലത്തേക്കുള്ള ആളുകൾക്കാണ് സാധാരണ രീതിയിൽ ശ്വാസകോശ ക്യാൻസർ വരാറ്. അങ്ങനെയുള്ള ആളുകൾ രക്തം, ഛർദ്ദിക്കുക, ചുമക്കുക, വല്ലാതെ ശ്വാസമുട്ടലൊന്നും ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് ശ്വാസമുട്ടൽ വരിക, നിർക്കിട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഡോക്ടർ പെട്ടെന്ന് കണ്ടെത്താൻ സാധ്യതയുണ്ട്. വയറിന്റെ കാര്യം പറഞ്ഞു. കിഡ്നിയുടെ ക്യാൻസറിലും മൂത്രത്തിൽ രക്തം വരുന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷണം. അതുപോലെ തന്നെ വയറിൽ വേദന, വയറിൽ എന്തെങ്കിലും തടിപ്പുള്ളതായിട്ട് ഡോക്ടർക്ക് മനസ്സിലാവുക, ഇതൊക്കെയാണ് പൊതുവെ. പിന്നെ മറ്റു ക്യാൻസറുകൾ, സ്ത്രീകളിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറാണ് പ്രധാനപ്പെട്ട ക്യാൻസർ. അത് ഗർഭപാത്രത്തിൽ നിന്ന് ബ്ലീഡിംഗ് ആയിട്ട് വരുന്നത്, എന്തെങ്കിലും നമ്മുടെ സംയോഗത്തിന് ശേഷം ബ്ലീഡിംഗ് വരുന്നത്, സംയോഗത്തിന് ശേഷം വേദന വരുന്നത്, അബ്നോർമൽ ബ്ലീഡിംഗ് വല്ലാതെ കുറയുന്നത്, അങ്ങനെ പല കാരണങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ഇന്ന കാര്യം ചെയ്താൽ ക്യാൻസർ അറിയാമെന്നുള്ള ഒരൊറ്റ ടെസ്റ്റിലൂടെ അല്ല. ഓരോ തരത്തിലുള്ള ക്യാൻസറിനും ഡോക്ടർ ഇങ്ങനെ അവരുടെ പ്രായം, അയാളുടെ വെയിറ്റ്, അയാളുടെ മറ്റു കോമോർബിഡിറ്റീസ് എല്ലാം വെച്ച് ഡോക്ടർ കണ്ടിട്ട്
ആ ഡോക്ടർക്ക് തോന്നും ഇയാൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തുക എന്നല്ലാതെ എല്ലാ ക്യാൻസറിന്റെ എല്ലാ ടെസ്റ്റും നടത്തുന്ന പറഞ്ഞാൽ വളരെ കുറേ അധികം ടെസ്റ്റുകൾ നടത്തിയിട്ട് ചിലപ്പോൾ ക്യാൻസർ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് ക്യാൻസർ കണ്ടെത്താൻ പറ്റിക്കൊള്ളുന്നില്ല. എല്ലാ ക്യാൻസറിന്റെ ടെസ്റ്റുകളും 100% ക്യാൻസർ കണ്ടെത്തിക്കൊള്ളണം എന്നൊന്നുമില്ല. ഏതായാലും അപ്പോൾ അതെല്ലാം ടാർഗറ്റഡ് ആണ്. ഓരോ ഓർഗനും ഓരോ വ്യക്തികൾക്കും ടാർഗറ്റഡ് ആണ്. അതുകൊണ്ട് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാമെന്നല്ലാതെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യങ്ങൾ, ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ടാവാം. ഒന്നാമത് പറയാനുള്ളത് സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത്. പിന്നെ സ്ത്രീകളിൽ ഒരു നമ്മുടെ മാറിടത്തിലുള്ള തടിപ്പുകളായിട്ടാണ് സാധാരണഗതിയിൽ കാണുക. ആ തടിപ്പ് വേദന വരിക, പെട്ടെന്ന് വലുതാവുക, ഇതാണെങ്കിൽ നിർബന്ധമായിട്ട് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അതേസമയം ഗർഭാവസ്ഥയിൽ ചെറിയ തോതിലുള്ള തടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് പെട്ടെന്ന് വലുതാവുന്നില്ല, അതിന് പ്രത്യേകിച്ച് വേദന ഒന്നുമില്ല, കുറെ കാലമായിട്ട് ഒരുപോലെ ഇരിക്കുന്നൊക്കെ ആണെങ്കിൽ ഡോക്ടറെ കാണിക്കണം. പക്ഷെ അത് ക്യാൻസർ ആവാനുള്ള സാധ്യത പെട്ടെന്ന് വളർന്ന നല്ല വേദനയുള്ള ഒരു മുഴയേക്കാൾ കുറവാണ്. പിന്നെ ശരീരത്തിൽ കാണുന്ന മുഴകൾ അത് കയലുകളിലുള്ള ക്യാൻസർ ആവാം, വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ള ക്യാൻസർ അങ്ങോട്ട് വരുന്നതാവാം. പൊതുവെ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണശീലം, വൃത്തി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായി ഡോക്ടറെ കാണിക്കുക. പിന്നെ ബ്ലഡ് ക്യാൻസർ ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് മൂക്കിൽ നിന്ന് രക്തം വരിക, വല്ലാതെ ക്ഷീണം തോന്നുക, ആള് വല്ല ക്ഷീണിച്ചതായിട്ട് തോന്നുക, വെയിറ്റ് വല്ലാതെ കുറയുക, അങ്ങനെയുള്ള ധാരാളം കാരണങ്ങളുണ്ട്. ഏതായാലും പൊതുവെ ഒറ്റ വാക്കിൽ ഡയബറ്റീസും അല്ലെങ്കിൽ ഈ ക്യാൻസറിന്റെ ഒരു സ്ക്രീനിങ് എന്ന് പറയുന്നത് അപൂർണമാണ്, അല്ലെങ്കിൽ പറ്റാത്ത കാര്യമാണ്. ഓരോ ഭാഗത്തിനും അത് വ്യത്യസ്തമായിരിക്കും. അതനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസറുകൾ നമ്മൾ സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ ഒരു 30 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പാപ്സ്മിയർ എന്ന് പറയുന്നത്, അതായത് ഗർഭാശയകള ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. സ്ത്രീകൾ കാണുന്ന ഏറ്റവും കൂടുതൽപ്പെട്ട ധാരാളം ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസറിന്റെ അളവ് ഉള്ള ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽപ്പെട്ട ക്യാൻസറാണ് സർവൈക്കൽ ക്യാൻസർ. അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് മുൻകൂട്ടി അറിയാനുള്ള ഒരു വഴി, പല വഴികളിൽ പെട്ട ഒരു വഴി അവിടെ പാപ്സ്മിയർ എന്നാണ്. അവിടെയുള്ള സെൽസ് എടുത്ത് നോക്കിയിട്ട് മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് നോക്കുക. അത് 3 വർഷത്തിലൊരിക്കൽ 30 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ സ്ത്രീകൾ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ നമ്മുടെ നാട്ടിലത് ചെയ്യാറില്ല. അങ്ങനെ ഒരു രോഗി എന്ന് പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കും. അതാണ് ഇവിടുത്തെ സ്ഥിതി. ഞാൻ പൊതുവെ പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ട് ചോദിക്കണം എന്ന പ്രത്യേകിച്ച്. അസ്സലാമലൈക്കും. കേൾക്കുന്നില്ലേ? ഹലോ. ഓക്കെ ഡോക്ടർ, എനിക്കൊരു സംശയം എന്ന് വെച്ചാല് പിന്നെ ഈ അൾസറിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു. അപ്പോ ഞാൻ മുമ്പ് എനിക്ക് അൾസറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ എരിവ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പോത്തിറച്ചി അങ്ങനെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഒരു ലൂസ് മോഷനിലാവുന്ന ഒരവസ്ഥ. അപ്പൊ നാട്ടിൽ പോയിട്ട് ഞാൻ എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് എൻഡോസ്കോപ്പി ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത് കുറച്ച് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, കുറച്ച് നീണ്ട കാലം മരുന്നൊക്കെ കുടിക്കേണ്ടി വരും, അതുപോലെ ഭക്ഷണകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വേറൊരു ഡോക്ടർ തൃശ്ശൂർ നല്ലൊരു ഡോക്ടർ ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി നോക്കി ഈ പിന്നെ ഇതിന്റെ ഈ കോയിലിറക്കി പരിശോധിച്ചതിന്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചെടുത്തത് അദ്ദേഹം അതൊക്കെ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് 2 ആഴ്ചത്തേക്കുള്ള ഗുളിക മരുന്നൊക്കെ എഴുതി തന്നു. അതിനുശേഷം ഇത് കുടിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ മാത്രം വന്നാൽ മതി, മാറുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 2 ആഴ്ച കറക്റ്റായിട്ട് ആ മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഞാൻ ഭക്ഷണം ക്രമീകരിക്കുന്നു ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് എരിവുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അതുപോലെ ഇതിപ്പോ ഈ പോത്തിറച്ചിയൊക്കെ വളരെ അപൂർവമായി മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ മരുന്ന് എഫക്ട് ചെയ്തതായിട്ട് തോന്നിയത്. അതല്ല, അത് അത്ര തന്നെ ഉള്ളൂ എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. പിന്നെ വേറൊരു സംശയം, ചെറിയ കുട്ടികളിൽ പിന്നെ വളർച്ചക്കുറവ് ഉള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ അത് പിന്നെ അതിന് വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ചികിത്സയുണ്ടോ, അതിന് എന്തുതരം ചികിത്സയാണ് പിന്നെ നോക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാമത്തെ ജാവേദ് സാർ ചോദിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വയറിൽ ഗ്യാസിന്റെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് കാര്യമായ കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടർ അപ്പം തന്നെ പറയുകയും ചികിത്സ നടത്തുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ലക്ഷണങ്ങളുടെ ചികിത്സയാണ്. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗ്യാസിന്റെ പ്രശ്നം. അപ്പൊ അത് നിങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യക്തി, ആ വ്യക്തി അവരുടെ ജീവിതക്രമം എങ്ങനെ നിയന്ത്രിക്കുന്നു, അവർ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ അനുസരിച്ച് ആ ലക്ഷണങ്ങൾ ഒന്നും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ ലക്ഷണങ്ങളുള്ള സമയത്ത് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. ഡേഞ്ചർ ലക്ഷണങ്ങൾ വന്നാൽ, അതായത് ബ്ലീഡിങ്, ആ മരുന്ന് കഴിച്ചിട്ടും കുറവില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എൻഡോസ്കോപ്പി ചെയ്യേണ്ടത്. അത് ഒരു നിശ്ചിത കാലയളവ് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റൂല. നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കേണ്ടി വരും, ലക്ഷണങ്ങളില്ലെങ്കിൽ മരുന്നിന് ആവശ്യമില്ല എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. 2 ആഴ്ച കഴിക്കേണ്ടി വന്നേക്കാം, ചിലപ്പോൾ 4 ആഴ്ച, ചിലപ്പോൾ 2 മാസം കഴിക്കേണ്ടി വന്നേക്കാം. അത് റിഫ്ലക്സ് ആണെങ്കിൽ, അതായത് നമ്മുടെ ആമാശയത്തിനകത്തുള്ള ആസിഡ് അത് നമ്മുടെ നെഞ്ചിലേക്ക് കയറുന്ന തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ, അതാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയത്തേക്ക് കഴിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ടാവും. ലക്ഷണങ്ങളിൽ നിങ്ങൾക്ക് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് പിന്നെ അതിന്റെ ചികിത്സ വരുന്നത്. അപ്പൊ 2 ആഴ്ച കഴിച്ചാൽ പൂർണ്ണമായി മാറി എന്നല്ല. 2 ആഴ്ച കഴിച്ചാൽ 2 ആഴ്ചത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ലക്ഷണങ്ങൾ കുറഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ രോഗപ്രതിരോധ മാർഗങ്ങളും, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി, ഭക്ഷണത്തിൽ എത്ര നിങ്ങൾ നിയന്ത്രിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെയ്യാവുന്നത്, ഭക്ഷണത്തിലെ നിയന്ത്രണം കൃത്യമായ ഇടവേളകളിൽ കഴിക്കുക. 2 മണിക്ക് കഴിക്കുന്ന ആളാണ് എന്നും 2 മണിക്ക് കഴിക്കുക. എരിവും പുളിയും കുറയ്ക്കുക, എണ്ണ കുറയ്ക്കുക. രാത്രി ഭക്ഷണം കഴിച്ച് ചുരുങ്ങിയത് 1-2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക കിടക്കാൻ. നിറഞ്ഞ വയറോടുകൂടി ഭക്ഷണം ഉറങ്ങാൻ പോവാതിരിക്കുക. പിന്നെ തലയുടെ ഭാഗം, നമ്മൾ കിടക്കുന്ന കട്ടിലിന്റെ തലയുടെ ഭാഗത്തിന്റെ താഴെ ഒന്ന് പൊക്കി വെക്കുക, അത് നല്ലതാണ്. തലയുടെ ഭാഗത്തിന്റെ കട്ടിലിന്റെ താഴത്തെ കാലിനടിയിൽ എന്തെങ്കിലും ഇഷ്ടിക പോലുള്ള, ഇഷ്ടികയുടെ കുറച്ചുകൂടെ താഴെയുള്ള ഒരു 2-3 ഇഞ്ച് ഉയരത്തിൽ എന്തെങ്കിലും പൊക്കി വെക്കുന്നത് ഇങ്ങനെ അൾസറിന്റെ അല്ലെങ്കിൽ ഈ റീഗർജിറ്റേഷൻ റിഫ്ലക്സ് കാരണമാണ് നിങ്ങളുടെ ഈ അൾസറിന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അൾസറിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കും. അതാണ് പൊതുവെ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ചോദ്യം കൂടി ചോദിച്ചെന്ന് തോന്നുന്നു, മറന്നു തോന്നുന്നു. അതായത് ഞാൻ എന്തെങ്കിലും മറന്നാൽ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുക. കുട്ടികളുടെ വളർച്ച എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ആദ്യത്തെ 1 വർഷം 3 കിലോ ഉള്ള കുട്ടി അല്ലെങ്കിൽ 2.5 കിലോ ഉള്ള കുട്ടി 1 വർഷം കൊണ്ട് ചിലപ്പോൾ 8-9 കിലോ ആയെന്ന് വരാം. പിന്നെ 1 വർഷം മുതൽ പിന്നെ 5 വർഷം വരെ 6 വർഷം വരെ അതുപോലെ വളർന്നു. ആദ്യത്തെ 1 വർഷത്തിലുള്ള വളർച്ച പിന്നീട് അങ്ങോട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ ഒരു പെർസെപ്ഷന്റെ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്നതിന്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവർ ആദ്യം പരിശോധിക്കേണ്ടത് അവരുടെ തൂക്കം നോക്കുക എന്നുള്ളതാണ്. ഓരോ പ്രായത്തിനനുസരിച്ചും അവർക്ക് നിർണിതമായ ഒരു തൂക്കത്തിന്റെ ഒരു അളവുണ്ട്. അത് പ്രായം ഏജ് × 2+8 എന്ന് പറയാം. പ്രായത്തിനോട് 2 ഗുണിച്ച് അതിനോട് 8 കൂട്ടുക. പ്രായത്തിനോട് ഒരു 2 വയസ്സൊക്കെ കൂടിയ കുട്ടിക്ക്, 2 വയസ്സിൽ കൂടുതലുള്ള കുട്ടിക്കാണ് ഈ കണക്ക്. പ്രായത്തിനോട് 2 ഗുണിച്ച് പിന്നെ 8 കൂട്ടുക. ഇതാണ് തൂക്കം പൊതുവെ പറയാം. അതിന്റെ 80% വരെ നോർമലായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അതിലും കുറവുണ്ടെങ്കിൽ പിന്നെ ഉപ്പയുടെയും ഉമ്മയുടെ ഒക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കും. ഉമ്മ എത്ര പ്രായമുണ്ട്, ഉമ്മ എത്ര വെയിറ്റ് ഉണ്ട്, അത് ഉമ്മയുടെയും ഉപ്പയുടെയും കുട്ടിയല്ലേ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട്, അതായത് പാരമ്പര്യമായിട്ട് അവർ ചിലപ്പം വെയിറ്റ് കുറഞ്ഞ ആളുകളായിരിക്കാം. അങ്ങനെയുള്ള സാധാരണഗതിയിലുള്ള എല്ലാ കാരണങ്ങളും ഒഴിവാക്കിയിട്ടും പിന്നെ ആ വെയിറ്റ് കുറവ് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പരിശോധനകളും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ രക്തക്കുറവായിരിക്കാം, ചിലപ്പോൾ ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇടക്കിടക്ക് അസുഖം വരുന്നതായിരിക്കാം, ചിലപ്പോൾ മണ്ണ് തിന്നുന്ന അസുഖം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാം. ഏതായാലും ആദ്യം തന്നെ നമുക്ക് തോന്നുന്നതല്ല കുട്ടിക്ക് വെയിറ്റ് കുറവുണ്ട് എന്ന് ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ച്, ഈ ഒരു കൃത്യമായ അളവ് പോലെ വെച്ച് നോക്കിയിട്ട് വെയിറ്റ് കുറവുണ്ടെന്ന് ആദ്യം സ്ഥിരപ്പെടുത്തണം.
അത് കഴിഞ്ഞ് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാരണങ്ങൾ, ഉമ്മാക്കോ ഉപ്പാക്കും അത്ര വെയിറ്റുള്ളൂ, അതനുസരിച്ചുള്ള കുറവേ കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള കാരണങ്ങളൊന്നും അക്കൗണ്ട് ചെയ്യപ്പെടാത്ത വെയിറ്റ് കുറവാണെങ്കിൽ ഏജ് ഇൻറ്റു 2+8 വെയിറ്റ് അല്ല 8, അതാണ് 2 വയസ്സിൽ കൂടുതലുള്ള കുട്ടികളിൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ പൊതുവെ നമ്മൾ തൂക്കത്തിൽ പറയാം. അതിന്റെ 80% വരെ നോർമലായിട്ടാണ് പരിഗണിക്കാറ്. 50% മുകളിലുള്ള 50% താഴെയുള്ളതാണെങ്കിൽ നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നതായിട്ടാണ്. അതായത് ഞാൻ അടുത്ത ചോദ്യങ്ങൾ മൈക്കിൾ ലിസി എന്ന സ്ഥാനങ്ങളിലേക്ക്. സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയാനുഭൂതി ഉണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമദാൻ വരവായി. ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബു റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോക സുവർഗത്തിൽ കവാടം റയ്യാൻ, സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാൻ. ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന റമദാൻ ക്യാമ്പയിനിൽ ഉസ്താദ് അബ്ദുസലാം ബാഖവി, ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, MP അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സലീം ഫൈലി ഇർഫാനി, അബ്ദുൽ ജലീൽ ദാരിമി, അച്ചൂർ ഫൈലി, അബ്ദുൽ മജീദ് ഹുദവി, അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ്, ഫൈസൽ നിയാസ് ഹുദവി കൊല്ലം, അബ്ദുൽ ബാരി ഹുദവി, സൽമാൻ അസ്ഹരി, ഷംസുദ്ദീൻ സൈദി, മുസ്തഫ ഹുദവി തുടങ്ങി കേരളത്തിലും പ്രവാസ ലോകത്തുമുള്ള പ്രഗത്ഭ പണ്ഡിത നിര നേതൃത്വം നൽകുന്ന പഠന പ്രഭാഷണങ്ങൾ. ബാബു റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോക സുവർഗത്തിൽ കവാടം റയ്യാൻ, സുഹൃതങ്ങളിലേക്ക് റമളാൻ കഴിഞ്ഞതയ്യാൻ. ഓൺലൈൻ ദഅ്വാ രംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച നൂറുൻ അലാ നൂർ, ബുശ്റാക്കുമുൽ യൗം എന്നീ പ്രത്യേക പരിപാടികൾക്ക് ശേഷം KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സമർപ്പിക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബു റയ്യാൻ റമദാൻ പ്രത്യേക പരിപാടി. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. ലൈലത്തുൽ ഖദ്റിൻ തിരുരാവ് നാഥന്റെ കാരുണ്യം പെയ്തിറങ്ങും രാവ്, നാസുതോടാടുത്തംല ഇറങ്ങും രാവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ റഹ്മാൻ സാഹിബ് മാഷാഅല്ലാഹ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ നമ്മുടെ അഭിനന്ദനായ അഡ്മിൻ റഹ്മാൻ സാഹിബിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകി. പക്ഷെ അത് വന്നപ്പോ മാഷാഅല്ലാഹ് ഞാൻ ആദ്യമായിട്ട് മാഷാഅല്ലാഹ് മബ്രൂക്ക് അൽഫൽഫ് മബ്രൂക്ക് ഞാൻ സാറിന് ആദ്യമായി ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഏറ്റവും ഓക്കെ. ആ ആഡിന്റെ ഇപ്പോ നമ്മൾ കേൾപ്പിച്ചിട്ടുള്ള ആഡ് നമ്മുടെ കാഫില ഓൺലൈന്റെ FBയിലൊക്കെ ഉണ്ട്. ഞാൻ ആ ലിങ്ക് തരാം ഇൻഷാ അല്ലാഹ്. അതിനിടയ്ക്ക് ഇതൊന്ന് പറയട്ടെ. ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ റമദാന് നാളെ ആരംഭിക്കുകയാണ്. ഇവിടെയൊക്കെ മിക്കവാറും ഇന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സൗദി അറേബ്യയിലൊന്നും മാസം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മള് സാറ് ചിലപ്പോ ഓർക്കുന്നുണ്ടാകും, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് മാസപ്പിറവിയെക്കുറിച്ചും അതുപോലെ റഹ്മാൻ സാഹിബ് ഇവിടെ ആരോഗ്യ വിഷയങ്ങൾ മാത്രമല്ല ശാസ്ത്ര വിഷയങ്ങൾ ധാരാളം ഡോക്ടർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ദൈവഗണത്തെക്കുറിച്ച്, അതുപോലെ അണുചോർച്ചയെക്കുറിച്ച്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നമുക്ക് ക്ലാസ് റൂമിന്റെ തുടക്കം മുതലേ എന്ന് തന്നെ പറയാം ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ സാന്നിധ്യം
ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച്, അതുപോലെ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സീസണിലൊക്കെ ഉണ്ടാവുന്ന അസുഖങ്ങളെക്കുറിച്ച്, ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട്. അതോടൊപ്പം തന്നെ മാസപ്പിറവി പോലെയുള്ള ശാസ്ത്രീയ വിഷയങ്ങൾ, ശാസ്ത്രം പല കാലത്ത് ചർച്ച ചെയ്യുന്ന, പല കാലത്ത് പൊങ്ങി വരുന്ന വിഷയം, അത്തരം വിഷയങ്ങളിൽ പോലും റഹ്മാൻ സാഹിബിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ വിശദീകരണം ഇവിടെ ഉണ്ടായിരുന്നു. സമയ ഏകീകരണം, അതുപോലെ അത്തരം വിഷയങ്ങളൊക്കെ ഒരുപാട് ആളുകൾ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ എന്ന് വേണം നമുക്ക് അങ്ങനെ പറയാൻ, അത് ആലോചിച്ചിരുന്ന ഒരു കാലത്ത്. ഇന്ന് സൗദി അറേബ്യയിലെ കലണ്ടർ പ്രകാരം, അപ്പൊ ഇസ്തിഖാമയൊക്കെ നമ്മുടെ മുസബവാഫിയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം, ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അദ്ദേഹം നാട്ടിലാണെങ്കിൽ പോലും പ്രവാസ ലോകത്തെ ചലനങ്ങളെക്കുറിച്ച്, അതുപോലെ അറബ് പത്രങ്ങൾ വായിക്കുകയും അറബ് ലോകത്തെ ചലനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തോട് പറയുകയാണ്, ഇവിടെയൊക്കെ കലണ്ടർ പ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നും അതിനുവേണ്ടി ചന്ദ്രമാസപ്പിറവിയും മറ്റുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു സ്വരം നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിക്കാരെ പോലെയുള്ള, അതുപോലെ അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ആ കഴുത്ത് കൈയെട്ടുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ടായിരുന്നു. അതിലൊക്കെ വ്യത്യസ്തമായി ഇവിടെ കലണ്ടറിൽ ഇന്ന് ഒന്നാണ്, കലണ്ടറിൽ ഡേറ്റ് ഇന്ന് ഒന്നാണ്. പക്ഷേ ഇവിടുത്തെ ഉന്നത നീതിപീഠം, ഇവിടുത്തെ ഹൈക്കോടതി, അതായത് ഇവിടുത്തെ കാദിമാര് എന്ന് പറയാം, അവര് മാസം കാണാൻ സാധ്യതയുള്ള ഇന്നലെ, കലണ്ടറിലെ ഡേറ്റ് ഏത് എന്നുള്ളതല്ല, അതിന്റെ ശർഈ വശം മാത്രം പരിഗണിച്ചുകൊണ്ട് ഇന്നലെ രാത്രി മഗ്‌രിബിന്റെ സമയം മുതൽ ഇവിടുത്തെ ലൈവ് ചാനലുകളിലൊക്കെ കാണിച്ചിരുന്ന ഒരു വിഷയം, അത് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അത് കണ്ണുകൊണ്ട് കാണുക, നേരിട്ട് കാണുക, കണ്ണുകൊണ്ട് എന്ന് പറയുമ്പോൾ നേരിട്ട് കാണുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു വിഷയത്തിൽ ഊന്നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. അത് ആ അർത്ഥത്തിൽ സൗദി അറേബ്യയിൽ എവിടെയും മാസപ്പിറവി ദർശിച്ചിട്ടില്ലാത്തതുകൊണ്ട്, കാണാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ശഅബാൻ 30 ആയി അറിയിക്കുകയും നാളെ റമദാൻ 1 ആയി അറിയിക്കുകയും ചെയ്തു. ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. റഹ്മാൻ സാഹിബ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണിത്, ഡോക്ടർ റഹ്മാൻ സാഹിബ്. കാരണം ആധുനിക ശാസ്ത്രത്തിന്റെയും അതുപോലെ ലോകത്തോളം വളർന്നു നിൽക്കുന്ന ശാസ്ത്രീയ പഠനങ്ങളുടെയും ഒക്കെ മുന്നിൽ ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. അടിസ്ഥാനപരമായി ലോകത്ത് എവിടെയാണെങ്കിലും ലോക മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നതും അവർക്ക് എക്കാലത്തും അംഗീകരിക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ച്. ഏതായാലും ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നമുക്ക് ആരോഗ്യ ദർശനം പരിപാടി നടക്കുകയാണ്. റഹ്മാൻ സാഹിബിനെ കണ്ടപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നല്ല ഇത്തരം വിഷയങ്ങളിലൊക്കെ ഗവേഷണം നടത്തുകയും പഠനങ്ങൾ നടത്തുകയും, അദ്ദേഹം ആരോഗ്യരംഗത്ത് മാത്രമല്ല, അതെനിക്ക് വലിയ സന്തോഷമുള്ള വിഷയമാണ്. ഇപ്പോഴും അദ്ദേഹം ഉപരിപഠനത്തിലാണ്. അതൊക്കെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകർക്ക് മുമ്പിൽ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി അദ്ദേഹം ജോലി ചെയ്യുന്ന MK ഹാജി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറാണ്. പലപ്പോഴും നമുക്ക് രാത്രിയിലും മറ്റു സമയങ്ങളിലൊക്കെ സാറ് വരുന്നത്. ഡോക്ടർ പോയോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ DC ആയതാണോ അല്ലെങ്കിൽ? ഓക്കെ വന്നു, അൽഹംദുലില്ലാ. വളരെ സന്തോഷം. ഡോക്ടർ റഹ്മാൻ സാഹിബ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാ DC ആയതാണ്. നടക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ മുൻപന്തിയിലുള്ള ആളാണ്. ഡോക്ടറോട് ചോദിക്കേണ്ടുന്ന ആളുകളുണ്ടാവും, അതുകൊണ്ട് ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം നമ്മുടെ ബാബുർ റയ്യാൻ എന്ന കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ റമദാൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇന്ന് രാത്രി സൗദി സമയം 10 മണിക്ക്, UAE സമയം 11 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ പാണക്കാട് സെയ്ദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ സെഷനിൽ നമ്മുടെ അഭിനന്ദരായ ഉസ്താദുമാരൊക്കെ ഉണ്ടാകും. സലബാഖ് ഉസ്താദിന്റെ ക്ലാസ് ആണ് ഇന്ന് നടക്കാനുള്ളത്. ആരും അത് മിസ് ചെയ്യരുത് എന്ന് വീണ്ടും ഉറപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും. ഡോക്ടറോട് ചോദിക്കാനായിരുന്നു. എന്റെ കൈയിന്മേൽ ഇടത്തെ കൈ മേലെ ഭാഗത്ത് ചൊറി വരും. അത് മരുന്ന് തേച്ചാൽ മാറും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് പിന്നെ അടുത്ത് ഞാൻ ഗൾഫിലെ UAE-ലാണ്. 3 മാസം കഴിഞ്ഞ് പിന്നെയും ചൊറി വരും. അത് പിന്നെയും മരുന്ന് തേച്ചാൽ മാറും. എന്താ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കയ്യില് ചൊറി വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം.
പ്രധാനമായിട്ട് അലർജി കൊണ്ടാണ് വരുന്നത്. അതാണെങ്കിൽ ഇങ്ങനെ അലർജി ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അലർജി വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ നിങ്ങളുടെ ജോലിയായി ബന്ധപ്പെട്ടായിരിക്കാം, നിൽക്കുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. എന്തൊക്കെയായാലും നിങ്ങൾക്ക് അത് തൊലിയിൽ നിന്ന് ഡോക്ടർക്കാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. ചൊറിച്ചിൽ, അതന്നെ ചൊറിച്ചിൽ, നമ്മുടെ ശരീര ഭാഗത്തിന്റെ ചൊറിച്ചിൽ, അത് ഡോക്ടർക്ക് നോക്കി കണ്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഇന്ന അസുഖമാണ് എന്ന് പറയാൻ പറ്റുന്ന ഉണ്ടാവും. അതിൽ ഡയഗ്നോസ്റ്റിക് ഡയലം, അതായത് കൃത്യമായി അല്ലെങ്കിൽ നോക്കിയിട്ട് തന്നെ അത് എന്താണ് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ബയോപ്സി ചെയ്ത് നോക്കേണ്ടി വരും. ബയോപ്സി ചെയ്യുക എന്നല്ല, മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുക. ഇത് ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും വീണ്ടും വരിക എന്നുള്ളത് ഒരു അലർജിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിയുടെ സാധാരണഗതിയിൽ അങ്ങനെ വീണ്ടും ചികിത്സിച്ച് കഴിഞ്ഞ് വീണ്ടും അലർജി പോലെയുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും വരാറ്. ഇത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താണ് എന്ന് ഉറപ്പിച്ച് ഡോക്ടറോട് ചോദിച്ച് ആ ഡോക്ടർ പറയാണ് അതൊന്നെടുത്ത് പരിശോധിച്ച് നോക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ ഡോക്ടർ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി അത് എന്താണ് എന്ന് 100% പറയാൻ പറ്റും. അതിനു മുമ്പ് എന്ത് നമ്മൾ മരുന്ന് കഴിച്ചാലും അതൊക്കെ ഒരു ഊഹമാണ്. ഇത് ഇന്ന അസുഖമാണെന്നുള്ള ഊഹത്തിലാണ് മരുന്ന് നമ്മൾ കൊടുക്കുക. അത് 100% ഉറപ്പ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവിടുന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടിയെടുത്ത് കുത്തിയെടുത്ത് അല്ലെങ്കിൽ മുറിച്ചെടുത്തൊന്നും പറഞ്ഞു, ചിലപ്പോൾ ചുരണ്ടിയെടുത്ത് പരിശോധിച്ചാൽ എന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. നിങ്ങൾ അത് ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടി ഡോക്ടറോട് നിർദ്ദേശിക്കുക അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതലിപ്പോ നിങ്ങൾ തന്നിട്ടുള്ള വിവരങ്ങളും മറ്റും വെച്ച് പറയാൻ സാധിക്കില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ സർ കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കാമോ? ഓക്കെ. ഞാനൊരു മറ്റൊരു ചോദ്യവുമായിട്ടാണ് വീണ്ടും വന്നത്. ആദ്യം ഡോക്ടർ സർ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റു ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ കിട്ടിയത്. മറ്റൊരു ചോദ്യം, എന്റെ ഒരു റിലേഷൻ തന്നെ ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടി ഈ ക്രോമസോം ജനിതകം 46 47 ജനിച്ചു. അതായത് ഡൗൺ സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത് ഡോക്ടർ. ജനിക്കുമ്പോൾ തന്നെ TV അപ്പുറത്തെ റൂമിലാണ്, എന്റെ റൂമിലല്ല. TV സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നില്ല, കേൾക്കാമോ? സൗണ്ട് ക്ലിയർ? ഓക്കെ, കേൾക്കാം. സോറി. അതായത് ഡൗൺ സിൻഡ്രോം എന്നാണ് ഡോക്ടർ പറയുന്നത്. 46 ജനിക്കുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും ജനിതക ക്രോമസോം. എന്നാൽ ഇത് 47 ഈ കുട്ടിക്കുള്ളത്. പെൺകുട്ടിയാണ്. ഇപ്പോൾ 4 വയസ്സായി കുട്ടിക്ക്. ബുദ്ധി എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുട്ടി നടക്കുന്നു, കുറച്ചു ഒരു നീളം കുറവും. സംസാരിക്കാൻ കുട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ സിക്കറുകളെല്ലാം ചെല്ലും. നമ്മൾ മുസ്ലിം കുട്ടി ഇതായതുകൊണ്ട് ആ കുട്ടിക്ക് സിക്കറുകൾ ചെല്ലിക്കും. പക്ഷെ സിക്കറുകൾ കുട്ടി ചെല്ലുന്നുണ്ട്. ഇച്ച, ഉമ്മ, ഇക്ക എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തമായ രീതിയിൽ ഒരു സംസാരശേഷി ആ കുട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികളെ, ക്രോമസോം ജനിതക മിസ്റ്റേക്കുള്ള ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു സാധാരണ ഒരു കുട്ടികളെ പോലെ, നമ്മളെ പോലെ സാധാരണ രീതിയിലേക്ക് അവരുടെ മാറ്റം ഉണ്ടാകില്ലേ എന്നറിയാൻ ഒരു താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ള അവർക്ക് എന്തെങ്കിലും ഒരു ചികിത്സ, നമ്മൾ സാധാരണക്കാരൻ നമ്മളെ പോലെയുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരു ചികിത്സ നടത്താൻ സാധിക്കുമോ എന്ന് മാത്രം ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ട്രൈസോമി 21 സാധാരണഗതിയിൽ ഡൗൺ സിൻഡ്രോം അങ്ങനെയാണ് വരാറ്. 21ാമത്തെ ക്രോമസോം അത് 2 പകരം 3 വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ DC ആണോ അല്ലേ? ഏതായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതിൽ ചില പ്രശ്നങ്ങളാണ് ഇപ്പം ചോദ്യത്തിൽ വന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് നോർമൽ ലൈഫ് സാധ്യമാണ്. അത് നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന പോലെ മറ്റുള്ളവർ എല്ലാം ചെയ്യും എന്നുപോലെ ഇവരും ചെയ്യുന്ന എന്നൊരു പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളൂ. അല്ല, അവരെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസും പ്രതീക്ഷകളും നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ചട്ടക്കൂടിന് വേണം അത് കാണാൻ.
അവർക്ക് നമ്മൾ വലിയ മറ്റു കുട്ടികളെ വളർത്തുന്ന പോലെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് നിരാശ ചിലപ്പോൾ സംഭവിക്കും എന്ന് മാത്രം. അവർക്കുള്ളതായിട്ടുള്ള പ്രത്യേക കോച്ചിങ് രീതികളുണ്ട്, അവർക്കുള്ളതായിട്ടുള്ള പഠന രീതികളുണ്ട്, അവർക്ക് മാത്രം വരുന്ന അസുഖങ്ങളുണ്ട്, അവർക്ക് മാത്രം വരുന്ന രീതികളുണ്ട്. അവർക്ക് എല്ലാ കാര്യത്തിലും ട്രെയിൻ ചെയ്യാൻ സാധിക്കും. ട്രെയിൻ ചെയ്യാം. അവർ ചെയ്യാവുന്ന ജോലികൾക്ക് അവർക്ക് ചെറിയ ചെറിയ ജോലികൾ അവരെ ട്രെയിൻ ചെയ്യാം. അവർക്ക് സംഗീതത്തിൽ ഡാൻസിലൊക്കെ ചിലപ്പോൾ താല്പര്യം കൂടുതലുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ ട്രെയിൻ ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പൊതുവെ നമ്മുടെ അത്രയും ബുദ്ധി അവർക്ക് ഐക്യു നമ്മുടെ അത്രയും ഉണ്ടായിക്കൊള്ളുന്നില്ല. ചെറിയ കുട്ടികളുടെ അത്രയും ബുദ്ധി എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച നമുക്ക് ഉള്ള അത്രയും ഉണ്ടാവില്ല. അതൊക്കെ ജന്മന അവർക്ക് ഉണ്ടാവുന്നതാണ്. അവർക്ക് നമുക്ക് ചെയ്യാവുന്നത് പ്രത്യേകമായ കെയർ, അവർക്ക് മാത്രം ട്രെയിൻ ചെയ്യുന്ന സെന്ററുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രധാനമായിട്ട് വേണ്ടത് അവരുടെ രക്ഷിതാക്കളെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. രക്ഷിതാക്കൾക്ക് ഈ ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് പൂർണ്ണമായ അവബോധം നൽകുക. അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന കാര്യത്തിൽ അവർക്ക് കഴിയുന്നത്ര വായിക്കുക, കഴിയുന്നത്ര അങ്ങനെയുള്ള കുട്ടികളെ വളർച്ച, അങ്ങനെയുള്ള സ്റ്റോറീസ്, അങ്ങനെയുള്ള കുട്ടികളെ എന്തൊക്കെ ഉയരങ്ങളിലെത്തി എന്നുള്ള സ്റ്റോറീസൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ മറ്റൊക്കെ പരിധിയെ കിട്ടും. അങ്ങനെയുള്ള ഡൗൺ സിൻഡ്രോം കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, അവരെന്തൊക്കെ അച്ചീവ് ചെയ്തു, അവരെന്തൊക്കെ സാമൂഹ്യ പൊതുധാരയിലേക്ക് എത്തുന്ന രീതിയിൽ വരെ അവരെന്തൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്തു. ഇതൊക്കെ ഒന്ന് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള സ്ഥലമുണ്ട്, അങ്ങനെയുള്ള മാത്രം ട്രെയിൻ ചെയ്യുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് കുറെ കൂടെ നല്ല കെയർ കൊടുക്കാൻ സാധിക്കും. പിന്നെ അവരെ നോർമലായ പോലെ കരുതുക അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും പറയാം. അതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ അങ്ങനെ വരാനുള്ള സാധ്യത അത് ഉമ്മയുടെ പ്രായം അനുസരിച്ചിരിക്കും. പൊതുവെ 20 വയസ്സ് കഴിഞ്ഞ് അത് മുതൽ അങ്ങോട്ട് ഗർഭിണിയാവുന്ന അവസ്ഥ, പ്രസവിക്കുന്ന അവസ്ഥയിൽ 20 വയസ്സുള്ള ഒരു സ്ത്രീക്ക് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയേക്കാൾ അപ്പോഴുള്ള ആ അവസ്ഥയിലും സാധ്യതയുണ്ട്. പക്ഷെ ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് അത് സാധ്യത കൂടിക്കൂടി വരും. ഒരു 30 വയസ്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ അതുവരെ അരിത്മെറ്റിക്കൽ നമ്മൾ പറയില്ലേ, സീരീസ് പറയില്ലേ, അല്ലെങ്കിൽ ഗുണനം പ്ലസ് വെച്ചാണ് കൂട്ടിയിരുന്നെങ്കിൽ പിന്നെ അവിടുന്ന് ഗുണനം വെച്ച് കൂട്ടും. അരിത്മെറ്റിക് എന്നുള്ളതിന് പകരം പിന്നെ ഗുണനം വെച്ചുള്ള, പിന്നെ വളരെ പെട്ടെന്നൊരു ഷാർപ്പ് കൂടുതൽ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കാനുള്ളത്, കുടുംബത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടെ നേരത്തെ കല്യാണം കഴിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടായി, അപ്പോൾ ഒരു ഉമ്മക്ക് അങ്ങനെയുള്ള ഒരു കുട്ടി ഉണ്ടായാൽ ആ ഉമ്മയുടെ കുട്ടികൾ ആ അടുത്ത കുടുംബമുള്ള ആളുകളിൽ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് കഴിച്ച് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ, കുറച്ചുകൂടെ നേരത്തെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഉമ്മയുടെ പ്രായമാണ് ഇതിൽ പ്രധാനം. ഇവിടെയൊക്കെയാണ് നമ്മുടെ വിവാഹപ്രായത്തിന്റെ ഈ വിവാദങ്ങളിലേക്കൊക്കെ കൂടുതൽ കടന്നേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെയുള്ള ഒരു സ്ത്രീ, ഒരു 16 വയസ്സുള്ള 17 വയസ്സുള്ള ഒരു കുട്ടി കരുതുകയാണ്, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടല്ലോ, എനിക്ക് കുറച്ചുകൂടെ നേരത്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടി വരാനുള്ള സാധ്യത കുറവാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, എനിക്കാര് ചോയ്സ് എടുക്കാൻ അവസരമില്ലല്ലോ ഇന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നിയമം വന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യാവകാശ ലംഘനമായി വരും. ഏതായാലും അതാണ് പൊതുവെ പറയാനുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ബാസിത്ത്, നിങ്ങളെ പിന്നെ ഇത് കേൾക്കുന്നില്ല കേട്ടോ, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. നിങ്ങളുടെ സിസ്റ്റം ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് മൈക്കെടുക്കുക. പിന്നെ ഡോക്ടർ ഉണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, പിന്നെ ഇപ്പോ പരിശുദ്ധ റമദാൻ മാസം നാളെ മുതൽ തുടങ്ങാണ്. അപ്പൊ ഈ റമദാനിൽ പിന്നെ ഈ ഡയബറ്റിക്, അതായത് ഈ ഷുഗറിന്റെ അസുഖമുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ സമയത്ത് ഇപ്പൊ ഭക്ഷണത്തിന് ചെറിയൊരു ക്രമീകരണം വരും, പിന്നെ ഇതൊക്കെ ഇൻസുലിൻ എടുക്കുന്ന ആളുണ്ടാവും, ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ പിന്നെ റമദാനിൽ ഈ ഭക്ഷണ ക്രമീകരണമൊക്കെ നടക്കുമ്പോ എങ്ങനെയാണ് ആ ഷുഗറിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു വല്ലാതെ ആരോഗ്യം കുറഞ്ഞ, വല്ലാതെ പ്രായം കൂടിയ ആളുകളിലൊക്കെ ഷുഗർ ഉള്ള ആളുകളിൽ കുറച്ചുകൂടെ നിയന്ത്രണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യത്തിന് കരുതി ചിലപ്പോൾ നോമ്പ് ഒന്നിടവിട്ടൊക്കെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. പക്ഷെ പൊതുവെ പറയുകയാണെങ്കിൽ ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾക്ക് നോമ്പ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മളെ പൊതുവെയുള്ള പ്രമേഹ രോഗികളിൽ പകുതിയിൽ കൂടുതലും, അല്ലെങ്കിൽ കൂടുതലും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വെയിറ്റ് കൂടിയിട്ടൊക്കെ ഷുഗർ വരുന്നത്, അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ ശരിക്കും പ്രമേഹം കുറച്ചുകൂടെ കൺട്രോൾ ആവുകയാണ് ചെയ്യുക. നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയാനും നല്ല രീതിയിൽ നമ്മൾ ഉപവസിക്കുകയാണെങ്കിൽ അത് കാരണം വെയിറ്റ് കുറയാനും അതുവഴി കുറച്ചുകൂടെ കൺട്രോൾ വരാനും അത് അടുത്ത വർഷത്തേക്ക് തുടരാനൊക്കെ സാധിക്കാം. അതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ ഷുഗർ കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ വല്ലാതെ രാത്രി അത്താഴത്തിന്റെ സമയത്ത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും, അത്താഴത്തിന്റെ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ ജോലി അനുസരിച്ചിരിക്കും. ജോലി നല്ല കട്ടി കൂടിയ ജോലിയാണ് രാവിലെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ രാവിലെ സമയത്ത് ഷുഗർ കുറയ്ക്കുന്ന തരത്തിലുള്ള ഷുഗർ മരുന്നുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഷുഗർ മരുന്നുകൾ 2 തരത്തിലുണ്ട്. ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഷുഗർ കുറയ്ക്കാൻ സാധ്യതയുള്ള ഹൈപ്പോഗ്ലൈസീമിക് സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഗുളികയുടെ സമയം മറ്റു ഗുളികകൾ, അതായത് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്, എന്നാൽ ഷുഗർ കുറയ്ക്കാത്ത തരത്തിലുള്ള ഗുളികകൾ കഴിക്കുന്നതിന് സമയം പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അതേസമയം നിങ്ങളുടെ ജോലി ഭാരം, നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള മറ്റു കാരണങ്ങൾ, കുറെ സമയത്തേക്ക് വെയിലത്തിൽ അതുപോലെ തന്നെ അങ്ങനെ അൺഅറ്റൻഡ് ആയിട്ട് മറ്റാളുകളൊന്നും ഇല്ലാത്ത അവസരത്തിൽ നിൽക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ അത് അപകടകരമായി വന്നേക്കാം. അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടെ പരിഗണിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഷുഗർ കുറയ്ക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ അവിടെ കഴിക്കണോ അല്ലെങ്കിൽ കഴിക്കുന്ന ഡോസ് കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലുള്ള മരുന്നാലും നമ്മളൊരു പ്രതീക്ഷ വെച്ച് ഷുഗറിന്റെ മരുന്നുകൾ വെച്ച് തുടങ്ങി, നമ്മൾ നോമ്പെടുത്ത് തുടങ്ങി, എന്നിട്ട് നമുക്കൊരു ഹൈപ്പോഗ്ലൈസീമിക് എപ്പിസോഡ് ഉണ്ടായി എങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും ചിലപ്പോൾ അവരിന്ന് വീണ്ടും നമുക്ക് മരുന്നിന്റെ ഡോസ് കുറയ്ക്കുകയും കൂട്ടൊക്കെ വീണ്ടും വന്നേക്കാം. ഏതായാലും ഷുഗർ കൺട്രോൾ ചെയ്യുന്ന മരുന്ന് വെച്ച് മാത്രം, അല്ലെങ്കിൽ ഷുഗർ ഹൈപ്പോഗ്ലൈസീമിയ വരാത്ത മരുന്നുകൾ വെച്ച് മാത്രം നമുക്ക് ഷുഗർ നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ ഈ നോമ്പെടുക്കുന്നതുകൊണ്ട് സാധാരണഗതിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതേസമയം ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കുന്ന തരത്തിലുള്ള ഷുഗർ മരുന്നുകൾ എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം ചോദിക്കേണ്ടി വരാം. ചിലപ്പോൾ ഗുളിക കുറയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ഗുളിക അത് മാറ്റി ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഗുളികകളിലേക്ക് മാറ്റേണ്ടി വന്നേക്കാം. അതൊക്കെ നിങ്ങൾക്കുള്ള ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധ്യതകളും നിങ്ങൾക്ക് വന്നിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ അനുസരിച്ചിരിക്കും. ഇൻസുലിന്റെ ഡോസും മറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഏതായാലും നിങ്ങൾക്ക് രാത്രി വല്ലാതെ ഷുഗറിന്റെ ഇൻസുലിനൊക്കെ ഡോസ് ചിലപ്പോൾ കുറയ്ക്കേണ്ടിയൊക്കെ വന്നേക്കാം. അത് നിങ്ങളുടെ ജോലി, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കുന്ന തീരുമാനം. എന്തൊക്കെയായാലും ഡോക്ടറാണെങ്കിലും ശരി, അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട്
ഷുഗർ വല്ലാതെ കുറയുകയോ ഷുഗർ വല്ലാതെ കൂടുകയോ ചെയ്താൽ അതനുസരിച്ച് വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കാം. പൊതുവെ നമുക്ക് ഭക്ഷണത്തിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി അത്താഴത്തിന് കഴിക്കുന്ന സമയത്ത് നമ്മൾ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്ന തരത്തിലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് സങ്കീർണമായ പെട്ടെന്ന് ദഹിക്കാത്ത തരത്തിലുള്ള പഴങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് നല്ല കുത്തരിയുടെ ചോറ് അല്ലെങ്കിൽ അവില് പോലെയുള്ള കാര്യങ്ങൾ, ഗോതമ്പ്, ഇതൊക്കെ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നത് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ രാത്രി അത്താഴത്തിന്റെ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണ്. അത് കുറെ സമയത്തേക്ക് പെട്ടെന്ന് ഷുഗർ കൂട്ടൂല, എന്നാൽ നമുക്ക് ആവശ്യമുള്ള കലോറി, നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ തോതിൽ എന്നാൽ കൂടുതൽ സമയത്തേക്ക് ഊർജ്ജം കിട്ടാൻ അത് സഹായിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ഷുഗർ കിട്ടുന്ന തരത്തിലുള്ള മരുന്നുകൾ അപ്പോൾ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷെ അത്താഴത്തിന് രാവിലെ എണീക്കുന്ന സമയത്ത് കഴിക്കുന്നത് പെട്ടെന്ന് ദഹിക്കാത്ത എന്നാൽ കൂടുതൽ സമയത്തേക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. അതിന് പ്രധാനമായിട്ട് പറയാവുന്നത് നമ്മൾ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒഴിവാക്കുക, പഴങ്ങൾ ഒഴിവാക്കുക, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിന്റെ കൂടെ ഫൈബർ അടങ്ങിയ ബിസ്ക്കറ്റ്, നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഇതൊക്കെ കൂട്ടുക. ഒക്കെയാണ് പൊതുവെ പറയാനുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്ന ശ്രാമ. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്റെ മോനെ പറ്റിയാണ്. എന്റെ മോനക്ക് ഏകദേശം ഇപ്പൊ 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അവന് പഠിത്തത്തിൽ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറയുമ്പോൾ 4ൽ എത്തിക്കണം ഇപ്പൊ അവന്. ഇപ്പൊ 4ലോട്ടാണ് അവൻ ജയിച്ചത്. പക്ഷെ അവന് 4ലേക്ക് ജയിച്ചിട്ടും അവന് കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും കൂട്ടി വായിക്കാനോ അല്ലെങ്കിൽ മലയാളമോ അറബിയോ ഒരു ഇതും കൂട്ടി വായിക്കാനോ കൂടുതൽ ഇതാക്കാനോ മനസ്സിലാവില്ല അവർക്ക്. തീരെ മറിച്ച് അവര് ഗെയിം കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഫുള്ളായിട്ട് അറിയുകയും ചെയ്യുക. അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിക്കൊരു കുറവായിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ പഠനത്തിന്റെ കാര്യത്തില് വളരെ മോശമാണ്. അപ്പൊ അവന് ഇനി ഡോക്ടറെ കാണിക്കണോ അല്ല അത് ഇനി വളർന്നു വന്നാല് അത് ശരിയാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്. അത് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരെ കാണിച്ചാൽ അതിന് വല്ല മാറ്റം വരുമോ അല്ല അതോ ഇനി അവന് വളർന്നു വരുമ്പോ അത് പൊതുവെ മാറുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ അത് പ്രശ്നമാക്കിയെടുത്ത് അവരെ മറ്റു കുട്ടികളായിട്ട് താരതമ്യം ചെയ്യുന്നത് തീർത്തും അനാരോഗ്യകരമാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾവി കുറവ് അല്ലെങ്കിൽ കാഴ്ച കുറവ് അല്ലെങ്കിൽ ചില പഠന വൈകല്യങ്ങൾ, ഡിസ്ലെക്സിയ എന്ന് പറയും, അവർക്ക് അക്ഷരങ്ങൾ, വാക്കുകൾ ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബ്രെയിനിന്റെ കഴിവ് കുറവ്, ഡിസ്ലെക്സിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചികിത്സ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതൊരു പ്രശ്നമായി കണ്ട് കുട്ടിയെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള പഠന കാര്യങ്ങളുണ്ടാവും, അതിൽ തന്നെ വായിക്കുന്നതിന് പലപ്പോൾ പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ പദ്യം പഠിക്കുന്നതോ അല്ലെങ്കിൽ ചില ആളുകൾ കേട്ട് പഠിക്കുന്നതായിരിക്കും കൂടുതൽ താല്പര്യം, ചില ആൾക്ക് കണ്ടു പഠിക്കുന്നതായിരിക്കും ചിലപ്പോൾ താല്പര്യം, ചില ആൾക്ക് ചെയ്ത് പഠിക്കുന്നതായിരിക്കും താല്പര്യം. അങ്ങനെ അവരുടെ താല്പര്യമുള്ള പഠന രീതികൾ ഏതാണ് അത് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും ആണ്. അത് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒക്കെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കേൾവിക്ക് പ്രശ്നമുണ്ടോ എന്ന് അറിയാം. അതുപോലെ അതിൻ്റെതായിട്ടുള്ള പഠന വൈകല്യങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ, പ്രത്യേകിച്ച് ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റൊക്കെയാണ് അത് അങ്ങനെ നോക്കാറ്. ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരം പഠന വൈകല്യങ്ങളിലേക്ക് നയിക്കാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മുൻകൂട്ടി കണ്ടാൽ നമുക്ക് അതിന്റെ ചികിത്സ എളുപ്പമാവും. അതോടുകൂടെ തന്നെ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നുകിൽ ശ്രദ്ധ കുറവുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങൾ കൊണ്ടോ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മളൊരു വലിയ പ്രശ്നമായി കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിച്ച് കുട്ടിയെ മറ്റു കുട്ടികളായി താരതമ്യം ചെയ്യുക, അവനെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുന്നത്
കുട്ടിക്കൊരു മടുപ്പുണ്ടാക്കാനും അത് ഭാവിയെ അവന്റെ മനസ്സിനെ അല്ലെങ്കിൽ മാനസിക വളർച്ചയെ എല്ലാം നിഷേധ രീതിയിൽ കാണുന്ന ഒരു തരത്തിലേക്കൊക്കെ കുട്ടിയുടെ വളർച്ചയെ കൊണ്ടുവരാം. അതൊക്കെ പിന്നീട് ഭാവിയിൽ ചിലപ്പോൾ ദോഷം ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ അല്ലെങ്കിൽ അതിന്റെ ഒരു വിദഗ്ധനെ പരിശോധിപ്പിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു നിർദ്ദേശങ്ങൾ തരും. കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്ത് രീതിയിലാണ് ചെയ്യേണ്ടത്, പഠന രീതിയിൽ മാറ്റങ്ങൾ വരുത്തണോ, എങ്ങനെയാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടത്, ആരോഗ്യകരമായ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും. അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് ഉണർത്തിക്കൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അൽഹംദുലില്ലാ. കുറെ സമയമായി ഡോക്ടർ റഹ്മാൻ സാഹിബ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. ഒരുപാട് ആളുകൾ ചോദ്യം ചോദിച്ചു, ഒരുപാട് ഉപകാരപ്രദമായ ക്ലാസ്. അൽഹംദുലില്ലാ. എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ വീട്ടില് മകൾക്ക് ഈ അലർജിന്റെ കുഴപ്പമുണ്ടായിരുന്നു. അലർജിന്റെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു 1-1.5 വർഷത്തോളം അലോപ്പതി മരുന്ന് യൂസ് ചെയ്തു. മാറി മാറി പല ഡോക്ടേഴ്സിനും കാണിച്ചു. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ സാവധാനം ക്രമേണ മരുന്ന് കുടിച്ച് ഇങ്ങനെ സുഖാവുള്ളൂ, പറ്റങ്ങട്ട് മാറിപ്പോകൂല, അലർജിന്റെ അസുഖല്ലേ എന്നായിരുന്നു. പക്ഷെ വേറൊരു ആള് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ഹോമിയോ ഡോക്ടറാണ് എന്ന് ചോദിച്ചാൽ ഒരു ഹോമിയോ മരുന്നുകളൊക്കെ കൊടുക്കുന്ന ആളുകള് ഒരു ഉസ്താദുമാരെ ഒരു രൂപത്തിലുള്ളവരാണല്ലോ, ഡോക്ടേഴ്സ് ആയിരിക്കാം, ഒരു മുസ്ലിയാരാണ്. അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളിൽ നിന്ന് അവർ സ്വയം വികസിപ്പിച്ചെടുത്ത ഈ ഹോമിയോ മെഡിസിന്റെ വലിയ ഉസ്താദുമാരായ ആളുകൾ അംഗീകാരം കൊടുത്ത മരുന്നാണ് അവർ ഈ അലർജിക്ക് വേണ്ടി കൊടുക്കുന്നത്. അത് യൂസ് ചെയ്തു. തുടർച്ചയായ ഒരു 2 മാസം വളരെ കണ്ടിന്യൂ ആയിട്ട് അതിന്റെ പഥ്യങ്ങളോടുകൂടി കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് പരിപൂർണമായി തന്നെ ആ സുഖം സുഖമായി. മോള് ദാറുൽ ബനാത്തിൽ പഠിക്കണം, അപ്പോൾ അവിടെ കൊണ്ടുപോയി യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പരിപൂർണമായി അൽഹംദുലില്ലാഹ് അലർജിന്റെ ഒരു കുഴപ്പമില്ല. ഉമ്മക്കും അങ്ങനെ അലർജിന്റെ അസുഖമുണ്ട്. ആ അലർജിന്റെ അസുഖം ഉമ്മക്കും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മക്കും അൽഹംദുലില്ലാഹ് സുഖമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പെട്ടെന്ന് ഈ അലർജിന്റെ അസുഖം പിടിച്ചു നിർത്തുന്നത് പോലെ ഈ ഹോമിയോ മരുന്ന് കുടിച്ച് നിർത്തിയത് കൊണ്ട് മറ്റെന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അപ്പം അലോപ്പതിയിലെ ഇംഗ്ലീഷ് ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നല്ലോ. അതാണ് ഡോക്ടർ സാറോട് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഷ്റഫ് അലി ഉസ്താദ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ ഒരു കാര്യം ചോദിക്കുന്നു. ശ്വാസമുട്ടലാണോ ഉണ്ടായത്, അതോ തൊലികളിൽ എന്തെങ്കിലും പ്രശ്നമാണോ ഉണ്ടായത്? അലർജി കൊണ്ട് പല പ്രശ്നങ്ങൾ വരാം. ശ്വാസമുട്ടല് അല്ലെങ്കിൽ തൊലിയിലെ പ്രശ്നമാണ് എന്തെങ്കിലും. ഈ 2 കാര്യങ്ങളാണ് ഉണ്ടാവാറ് സാധാരണഗതിയിൽ. അത് കുട്ടികളിൽ 2 ഉണ്ടായിരുന്നു. അത് പ്രായം വരുന്നതിനനുസരിച്ച് നമ്മളൊന്നും ചികിത്സ ചെയ്തില്ലെങ്കിൽ പോലും അത് മാറി വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതാണ് പറയാനുള്ളത്. പിന്നെ ഏതെങ്കിലും ഒരു ചികിത്സാ രീതി ഒന്നിനേക്കാൾ മെച്ചമാണ് അല്ലെങ്കിൽ ഒന്ന് തീരെ മെച്ചമല്ല എന്നൊന്നും തീർത്ത് പറയാൻ ഞാൻ രണ്ടും പരിശോധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക പ്രസ്താവന നടത്താൻ ഞാൻ തയ്യാറല്ല. അതാണ് ഒന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിനെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിന് അല്ലെങ്കിൽ അലോപ്പതിക്ക് പറയാനുള്ളത് പല സാധ്യതകളാണ്. ഒന്ന് പറയാനുള്ളത്, കുട്ടി വളരുന്നതിനനുസരിച്ച് അത് മാറി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടി എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചിരിക്കും ഏത് ഭാഗത്താണ് അലർജി ഉണ്ടാക്കുന്ന പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്. അത് ഒഴിവായാൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് നമ്മൾ അലർജി സ്ഥിരമായിട്ട് വരുന്ന ആളുകളിൽ നമ്മൾ വീടിന്റെ മുക്കും മൂലയൊക്കെ ശരിക്കും വൃത്തിയായി അടിച്ച് നമ്മുടെ അലമാറയുടെയും ബാക്കൊക്കെ ശരിക്കും പൊടിയൊക്കെ കളഞ്ഞ് നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ കിടക്കവിരി എല്ലാം ശരിക്കും തിളപ്പിച്ച് കഴുകി അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ തീർച്ചയായും എപ്പോഴും അലർജി ഉണ്ടാകുന്ന ആളുകൾക്ക് ചികിത്സയോട് കൂടെ തന്നെ കുറച്ച് പ്രായം കൂടിയ ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മള് ചുറ്റുപാട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ലക്ഷണങ്ങൾ മാറി, അതായത് നമുക്ക് അലർജി ഉള്ള ആളുകൾക്ക് 2 അവസ്ഥയാണുള്ളത്. അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവസ്ഥ, കാണിക്കാത്ത അവസ്ഥ. അപ്പോൾ കാണിക്കാത്ത അവസ്ഥ എന്തെങ്കിലും അലർജി പൂർണ്ണമായി മാറിയ അവസ്ഥ, അത് കുട്ടി വളരുന്നതനുസരിച്ച് ഇങ്ങനെ ഉണ്ടാവാം.
അങ്ങനെയുള്ള ആളുകളിൽ മരുന്ന് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് അസുഖം മാറാനല്ല. അപ്പോൾ ഉള്ള ആ ലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ശ്വാസം മുട്ടലുണ്ടാവും. ശ്വാസം മുട്ടൽ വല്ലാതെ തുറന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരീരത്തിനെ ബാധിക്കും. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള മരുന്ന് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. പിന്നെ സ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറെ കാലത്തേക്ക് അത് കുറഞ്ഞിരിക്കും. സ്റ്റിറോയിഡ്സ് ഒക്കെ നമ്മൾ കുറെ കൂടെ ജുഡീഷ്യസ് ആയിട്ട് വേണം ഉപയോഗിക്കാൻ എന്നുള്ള കാര്യം കൂടെ അതിനകത്തുണ്ട്. ഏതായിരുന്നാലും ഇപ്പോ നിങ്ങൾക്ക് മാറി എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു കമന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് മാറി എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ മരുന്നുകൊണ്ടാണ് മാറിയത്, അല്ലെങ്കിൽ ആ മരുന്നുകൊണ്ടല്ല മാറിയത് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ആ മരുന്നുകൊണ്ടും മാറാൻ സാധ്യത ഉണ്ടാവാം, അതല്ലാതെയും മാറാൻ സാധ്യതയുണ്ട്. കുട്ടി വളർന്നു വരികയാണ്, അങ്ങനെയൊക്കെ ആവാം. ഏതായിരുന്നാലും അതിന് സ്റ്റിറോയിഡ്സ് കൊണ്ട്, സ്റ്റിറോയിഡ് തരത്തിലുള്ള മരുന്നുകളുണ്ട്, സ്റ്റിറോയിഡ് മരുന്നുകൾ. അത് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ലക്ഷണങ്ങളൊക്കെ കുറെ കാലത്തേക്ക് മാറി നിൽക്കും. അതൊക്കെ കൊടുക്കുമ്പോൾ ഏത് തരം സ്റ്റിറോയിഡ് കൊടുത്തു, അത് എത്ര കാലത്തേക്ക് കൊടുത്തു എന്നതനുസരിച്ച് അതിന് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം. അത് സ്റ്റിറോയിഡാണ് കൊടുത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടി വല്ലാതെ തടി വെക്കുക, കുട്ടിക്ക് വയറ് വല്ലാതെ കൂടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിറോയിഡ് ആവാനുള്ള സാധ്യത നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഈ മുഖക്കുരു ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് ആണോ അല്ലെങ്കിൽ, പ്രത്യേകിച്ച് അത് ആയുർവേദത്തിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ആയുർവേദം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് മരുന്നുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഇതൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു കോട്ടക്കൽ നിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൃത്യമായ ഔദ്യോഗികമായി ആയുർവേദം അഭ്യസിക്കാത്ത സ്വന്തമായി മരുന്നുണ്ടാക്കുന്ന ആളുകൾ ചിലപ്പോൾ അതിൽ പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടിയൊക്കെ സ്റ്റിറോയിഡ് ചേർക്കുന്നതായിട്ടും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന കമ്പനികൾ പല പരസ്യങ്ങളും പല ഉദ്ദേശങ്ങൾ വെച്ചും പല ആയുർവേദ മരുന്നുകൾ ഇങ്ങനെ പരസ്യം വരാറുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റിറോയിഡ് ഉണ്ട്, അപകടകരമായ രീതിയിലുണ്ട് എന്നൊക്കെ പല റിപ്പോർട്ടുകളും പല പരിശോധന ഫലങ്ങളൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട് എന്നും കൂടെ ഇതിന്റെ കൂടെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ കഴിച്ച മരുന്നിന് സ്റ്റിറോയിഡ് ഉണ്ട് എന്നല്ല, അങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ അല്ലെങ്കിൽ അതൊരു ആരോഗ്യവശം അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് എഫക്ട് ചോദിച്ചുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മൈക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മളെ ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ് നമ്മളെ ക്ലാസ് റൂമിൽ വളരെ നല്ല രീതിയിൽ ഉത്തരം അത് കേട്ടിട്ടാണെന്ന് ഉണർന്നത് തന്നെ. എന്തായാലും എനിക്കൊരു സംശയം, ഞാൻ ക്ലാസ്സിൽ കയറിയപ്പോ ഇത് കേൾക്കണ തന്നെ ഷുഗറിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങളായിരുന്നു. എനിക്ക് ചോദിക്കാനുണ്ട് നമ്മുടെ ഡോക്ടർ സാറിനോട്, ഷുഗർ ഞാനിപ്പോ അടുത്ത് ചെക്ക് ചെയ്താണ്, എനിക്ക് 100ന്റെ താഴെ ആയിട്ടാണ്, 85ആണ് ഷുഗർ. അത് പ്രഷറും ഒക്കെ നോർമലായിട്ട് വളരെ കുറവാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാല് ഡോക്ടറോട് ഷുഗറിന്റെ, അതായത് ഷുഗർ ഉണ്ടോ എന്നുള്ള ലക്ഷണങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. പിന്നെ അതുമല്ല, ഇനിയിപ്പോ റമളാൻ മാസമാണ് ഇപ്പോ നമ്മളെ ഇതിൽ ആഗതമായിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ റമളാൻ മാസം തുടങ്ങണം. അപ്പൊ പല ആൾക്കാർക്കും ഈ കല്ലിന്റെ അസുഖമുള്ള ആൾക്കാർ വളരെ അധികം ഉണ്ട്. അപ്പൊ റമളാൻ മാസമായാല് അത് കൂടാറാണ് അധികം ആൾക്കാരും പറയാറ്. അങ്ങനത്തെ ആ അസുഖമുള്ള ആൾക്കാർ, കല്ലിന്റെ അസുഖമുള്ള ആൾക്കാർ പറയാ റമളാൻ മാസത്തിൽ കൂടാറാ പതിവ്, മൂത്രത്തിലൂടെ രക്തവും പാസ് ചെയ്യുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു മറുപടി കൂടി ഈ റമളാൻ മാസത്തിന്റെ മുന്നോടിയായി നമ്മളെ ഡോക്ടർ സാർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ വളരെ ഉപകാരം. നമ്മളെ പ്രേക്ഷകരിൽ പല ആൾക്കാരും കല്ലിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ കുറെ ഉണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കഴിഞ്ഞാൽ അതൊരു ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്കിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ആദ്യം താങ്കൾ ചോദിച്ചിട്ടുള്ളത് ഷുഗറിന്റെ ലക്ഷണങ്ങളാണ്. ഷുഗർ ഉദ്ദേശിക്കുന്നത് പ്രമേയ രോഗം അല്ലെങ്കിൽ ഷുഗർ കൂടുന്ന അവസ്ഥ. ഷുഗർ കൂടുന്ന അവസ്ഥയ്ക്ക് പൊതുവെ നമ്മൾ സാധാരണ ലക്ഷണങ്ങൾ പറയാം. പ്രായം കൂടുന്ന ആളുകളിലാണ് പൊതുവെ കാണാറ്, പ്രായം കുറഞ്ഞ ആളുകളിലും ഉണ്ടാവാം. പൊതുവെ കാണുന്നത് കുറച്ച് പ്രായം വെയിറ്റ് കൂടുതലുള്ള, നല്ല തടിയൊക്കെ വല്ലാതെ കൂടുതലുള്ള ഒരു 10, 30, 35 കഴിഞ്ഞ ആളുകളിൽ
ഷുഗർ ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ലോക ജനസംഖ്യയിൽ സൗത്ത് ഏഷ്യൻസ്, അതായത് നമ്മുടെ ഇന്ത്യ, കേരള പോലുള്ള ഭാഗങ്ങളിൽ ഷുഗർ, കൊളസ്ട്രോള് അല്ലെങ്കിൽ ഈ കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ടിന്റെ അസുഖം അല്ലെങ്കിൽ അതിന്റെ അതുണ്ടാക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഷുഗറും കാര്യങ്ങളൊക്കെ ലോക ജനസംഖ്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഈ ഒരു നമ്മുടെ ജനിതകപരമായിട്ടുള്ള നമ്മുടെ മേക്കപ്പ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലികളായിരിക്കാം. ഏതായാലും പൊതുവെ ഒരു വെള്ളക്കാരനെക്കാളും അല്ലെങ്കിൽ ഒരു വേറെ രാജ്യക്കാരനെക്കാളും ഷുഗറും ഹാർട്ടിന്റെ അസുഖത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ്. അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും പറയുന്ന നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളെക്കാളും കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ വെള്ളം കൂടുതൽ ദാഹം, കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നുക, കൂടുതൽ മൂത്രം വല്ലാതെ ഒഴിക്കുന്നത്, രാത്രിയിലൊക്കെ എണീറ്റ് മൂത്രം ഒഴിക്കേണ്ടി വരുന്നത്, മുറിവുണ്ടായാൽ പെട്ടെന്ന് ഉണങ്ങാൻ ബുദ്ധിമുട്ടുന്നത്, എപ്പോഴും ക്ഷീണം തോന്നുന്നത്, ഇതൊക്കെ പൊതുവെ ഷുഗറിന്റെ ലക്ഷണങ്ങളായിട്ട് പറയാറുണ്ട്. ഒക്കെയാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് പരിശോധിച്ച് നോക്കുകയും ചെയ്യാറ്. ഇതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നൊരു കാര്യം കൂടെ ചോദിച്ചിരുന്നു തോന്നുന്നു, മറന്നുപോയി. മൂത്രത്തിൽ കല്ലിന്റെ കാര്യമാണ്. മൂത്രത്തിൽ കല്ലിന്റെ കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത്, ഏത് തരം കല്ലാണ്, പലതരത്തിൽ മൂത്രത്തിൽ കല്ലുകൾ ഉണ്ടാവാം. ഏത് തരം കല്ലാണെങ്കിലും വെള്ളം കൂടി കുറയുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് നോമ്പ് തുറന്ന ഉടനെയും വെള്ളം ധാരാളം കുടിക്കുക, നോമ്പ് അത്താഴത്തിന് കിടക്കുന്നതിന് മുമ്പും ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ വല്ലാതെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ജോലികളിലാകുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ ഇത് ഒരു മാസത്തെ മാത്രം പ്രശ്നം, ഒരു മാസം കൊണ്ട് കല്ലുണ്ടാവുക, അതുകൊണ്ട് നോമ്പിന് കുറ്റം പറയാം, അങ്ങനൊന്നുമില്ല. നമ്മൾ അത്രയും കാലം നമ്മൾ എത്ര കട്ടിയുള്ള ജോലി, എത്ര കഠിനമായ ജോലിയും എത്ര വെയിലത്തുള്ള പണിയാണെങ്കിലും ശരി, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന ആളുകളിൽ, നല്ല വെള്ളം ആവശ്യത്തിന് അതിൽ കൂടുതൽ വെള്ളം കുടിക്കുന്ന ആളുകളിൽ ഈ കല്ല് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏത് കല്ലിനും, എല്ലാ തരം കല്ലിനും ഏറ്റവും ആദ്യത്തെ കാരണം വെള്ളം കൂടി കുറവാണ്. പിന്നെ മറ്റു പല കാരണങ്ങളുണ്ടാവും, പല രോഗത്തിന്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ വരാം. പിന്നെ ഏത് തരം കല്ലാണ്, ഒരിക്കൽ കല്ല് കണ്ടുപിടിച്ച ആൾക്ക് കല്ലിന്റെ ഷേപ്പും അല്ലെങ്കിൽ കല്ല് പൊടിച്ചു കളഞ്ഞ ശേഷം ശരിക്ക് ഏത് തരം കല്ലാണെന്നൊക്കെ അറിയുള്ളൂ. അങ്ങനെയുള്ള ആളുകളിൽ ഒരിക്കൽ കല്ല് പരിശോധിക്കുക അല്ലെങ്കിൽ പൊടിച്ചു കളയുക അല്ലെങ്കിൽ എടുത്തു കളയുക ചെയ്ത ആൾക്ക് ഏത് തരം കല്ലാണ് എന്നറിഞ്ഞ ആൾക്ക് പിന്നീട് ചില പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഏത് തരം കല്ലാണ് എന്നറിഞ്ഞ ശേഷം നമുക്ക് നൽകാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മുടെ രക്തപരിശോധനയുടെയും മറ്റു ലക്ഷണങ്ങളും അനുസരിച്ച് ഏത് തരം കല്ലാണ് അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് ചിലപ്പോൾ മുൻകൂട്ടി പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളിലും ചില പ്രത്യേക കാര്യങ്ങൾ, ഗുളികകൾ, ചില നിർദ്ദേശങ്ങൾ, ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയൊക്കെ കല്ലിന് ഏതുതരം കല്ലിനനുസരിച്ചും അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അതാണ് പൊതുവെ പറയാനുള്ളത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും ഡോക്ടർ ഇബ്രാഹിം സാഹിബ് ഒരുപാട് സമയമായി പല സംശയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു ക്ലാസ്സാണ്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഡോക്ടർക്ക് സമയമുണ്ടെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മറുപടി നൽകും. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ സാഹിബിനോട്, പിന്നെ ഈ എണ്ണയിൽ പൊരിക്കുന്ന കാര്യമുണ്ടല്ലേ, അത് ഈ എണ്ണയിൽ പൊരിച്ച സാധനം കഴിച്ചാൽ പല ക്യാൻസറിനും കാരണമാകും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടർമാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് പൊരിച്ചൊന്നും കൂടുതൽ കഴിക്കണ്ട. അത് എന്തുകൊണ്ടാണ്, എന്ത് കാരണമാണ്? എണ്ണയുടെ കുഴപ്പമാണോ, അല്ല എണ്ണ ചൂടാകുന്നതിൽ നിന്ന് വേറെ ഏതെങ്കിലും അതിന് പിന്നെ ഒരു വാതകം, ഏതെങ്കിലും ഒരു കെമിക്കൽസ് ആ ചൂടാകുന്നതിനെ കൊണ്ട് പുറപ്പെടുവിക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ കാരണം? ഈ ക്യാൻസർ ഈ പൊരിച്ച എണ്ണയിൽ പൊരിച്ച സാധനം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അംശം എന്താണ് എന്നൊന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതിനെന്താണ് പ്രതിവിധി? അത് കഴിക്കാതിരിക്കലാണോ, അല്ല നല്ല എണ്ണ ഉപയോഗിക്കലാണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള എണ്ണകൾക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാണ്ട്.
അത് എന്താണ്, എണ്ണയുടെ കുഴപ്പമാണോ അല്ല ചൂടാകുന്നതിന്റെ കുഴപ്പമാണോ എന്താണെന്നൊന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിന്റെ അടിത്തട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. എന്തോ അപ്പൊ നിന്നാ പോലെ കുഴിയണമെന്ന് അറിയണത് നല്ലതാണ്, നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതായാലും അതിന്റെ കാരണങ്ങളിലേക്ക് കിടക്കാം. അതായത് എണ്ണ ചൂടാക്കിയത് വീണ്ടും ചൂടാക്കുക, അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ വല്ലാത്ത ചൂടിൽ എണ്ണ ചൂടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരോഗ്യകരമല്ല. അതാണ് പൊതുവെ പറയാനുള്ളത്. കാരണം ചൂടാക്കുക എന്നുകൊണ്ട് സംഭവിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും ചൂടാക്കുമ്പോൾ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കും. അതാണ് നമ്മൾ പൊതുവെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പറയാം. അതായത് ഓക്സിജൻ ചേർന്ന് അത് ഓക്സിഡൈസ്ഡ് ഫോമിലാവും. ഓക്സിഡൈസ്ഡ് ഫോമിൽ ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് ഓക്സിഡൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഏജിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം കേടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഓക്സിഡേഷനാണ്. പെറോക്സൈഡ്സ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. നമ്മുടെ ശരീരം ഓക്സിഡൈസ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണം. അങ്ങനെയുള്ള അവസരം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥം കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാനുള്ളത്. പിന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതൽ കഴിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ആന്റി ഓക്സിഡൻസ് എന്നുള്ള പച്ചക്കറികൾ, അതുപോലെ തന്നെ ചില വിറ്റാമിനുകൾ, വിറ്റാമിൻ സി അല്ലെങ്കിൽ നമ്മുടെ നാരങ്ങ, അതുപോലെ തന്നെ നെല്ലിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റാമിൻ സി കിട്ടുന്നുണ്ട്, ബീറ്റാ കാരോട്ടിൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ആന്റി ഓക്സിഡൻസ് ആണ്. അത് കൂടുതൽ കഴിക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ അറിയാതെ എത്തുന്നതിനൊക്കെ അതുകൊണ്ടുണ്ടാക്കുന്ന ദോഷങ്ങൾ ചെറുക്കാൻ ഒരു കാരണമാണ് ആന്റി ഓക്സിഡൻസ്. ഇത്തരം ഹൈ ടെമ്പറേച്ചറിൽ വേവിക്കുന്ന വസ്തുക്കൾ ഒരിക്കൽ വേവിക്കുന്നതുകൊണ്ടും അത് വല്ലാതെ ചൂടിൽ വേവിക്കുന്നതുകൊണ്ട്, അതായത് ഇപ്പം ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടെമ്പറേച്ചറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ വേവിക്കുക എന്നുള്ളത് ഒരു കാരണമാണ്. അത് വേവിച്ച് തന്നെ വീണ്ടും വേവിക്കുക എന്നുള്ള ഒരു കാരണമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ധാരാളം രാസ പ്രവർത്തനങ്ങൾ നടന്ന് അത് മാറ്റം വരികയും അതിൽ പ്രധാനമായിട്ട് പറയുന്നത് അതിന്റെ ഓക്സിഡേഷനും അത് കാരണം ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽസുമാണ്. അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു കാരണം, ഒരുന്ന് ചെയ്യാവുന്നത്. പിന്നെ അതിന്റെ നമ്മുടെ ശരീരത്തിനകത്ത് കയറിയത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആന്റി ഓക്സിഡൻസ് കൂടുതൽ കഴിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷ്യ എണ്ണയുടെ തന്നെ ഹൈഡ്രോജനേറ്റഡ് ഫോംസ്, ഉദാഹരണം പറയാൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡാൽഡ, വനസ്പതി പോലെയുള്ള കാര്യങ്ങൾ ശരിക്കും ഭക്ഷ്യ എണ്ണ തന്നെയാണ്. അതായത് നമ്മുടെ പാം ഓയിൽ, വെളിച്ചെണ്ണ പോലെയുള്ള സാധനങ്ങളാണ് അത് ചില പ്രത്യേക രാസപ്രക്രിയകളിലൂടെ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അതായത് ഹൈഡ്രജൻ കടത്തിവിട്ട് അതിന്റെ അൺസാച്ചുറേറ്റഡ് ഫോമിൽ നിന്ന് സാച്ചുറേറ്റഡ് ഫോമിലേക്ക് ആക്കി മാറ്റുക. അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എണ്ണ പോലെ ഇരിക്കുന്ന സാധനം കട്ടിയായിരിക്കും, കുറച്ച് കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. അതിന്റെ കൂടെ നമുക്ക് ഒരു ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ഷേപ്പിൽ നിൽക്കും. എണ്ണ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകിയിരിക്കുന്ന പോലെ ഇരിക്കും. അതേസമയം നമ്മൾ ഡാൽഡ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്ക് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കും. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്രിയ കണ്ടുപിടിച്ചത്. ഒരു ഭക്ഷ്യ എണ്ണയെ കട്ടിയാക്കാൻ വേണ്ടി ഹൈഡ്രോജനേഷൻ എന്ന പ്രക്രിയ കണ്ടുപിടിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിന് ഹാനികരമായ പല കാര്യങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവുന്നതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു തരം നമുക്ക് ഹാനികരമായിട്ടുള്ള ഒരു എണ്ണയായിട്ട് മാറും. അത് നമ്മുടെ ശരീരത്തിന് ധാരാളം ദോഷം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിനകത്തൊക്കെ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കാര്യത്തിനൊക്കെ അതിനകത്ത് ഒന്നുകിൽ നോട്ട് ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റി ആസിഡിന്റെ അളവ് വളരെ കുറവാണ് എന്ന് ഒരു വലിയ കൊട്ടിഘോഷിച്ച് എഴുതിയിട്ടുണ്ടാവാം. ട്രാൻസ് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ലേസിൽ, കുറുക്കുകളിലൊക്കെ എഴുതിയിട്ട് കാണാറുണ്ട്. ഒന്നുകിൽ കുറവാണ് അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ ഭക്ഷണത്തിലൊക്കെ പ്രധാനമായിട്ട് വരുന്നത് ഡാൽഡ, വനസ്പതി, പൊറോട്ട, നെയ്ച്ചോറ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ ബേക്കറി സാധനങ്ങളിലൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അത് ഒഴിവാക്കുക. ഇതൊക്കെയാണ് പൊതുവെ എണ്ണയുടെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഈ വല്ലാതെ ഉയർന്ന ഊഷ്മാവിൽ ചൂടാക്കുന്ന എണ്ണയും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും തിളപ്പിക്കുന്ന എണ്ണയൊക്കെ ഈ ഓക്സിഡേഷൻ, പെറോക്സൈഡ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് വഴി ഓക്സിഡേഷൻ കാരണം നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്നു. അത് ക്യാൻസറിനും മറ്റു ഏജിംഗ് പ്രോസസിനൊക്കെ കാരണമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. വന്നിട്ടുള്ള കാര്യങ്ങൾ ഓക്സിഡൻസ് പോലെയുള്ള വിറ്റാമിൻസ് കഴിച്ചിട്ട്
നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക. ഇതാണ് പൊതുവെ ആ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും ഡോക്ടറെ. ഒരു ചെറിയ സംശയമാണ്. അതായത് ഇപ്പോ ദിവസത്തിൽ 5-ൽ കുറയാതെ ബ്ലാക്ക് ടീ കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പഞ്ചസാര വളരെ കുറച്ചാണ് ഉപയോഗിക്കാറ്. അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം കുറക്കുന്നത് കൊണ്ട് ആ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാം. അതുപോലെ ചായയിൽ എന്തെങ്കിലും അനാരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടോ? 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചായ ദിവസം കുടിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണോ എന്നറിഞ്ഞാൽ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചായ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയില്ല. അതില് കഫീന്റെ അളവ് കുറവാണ് കോഫിയേക്കാളും. അങ്ങനെയുള്ള ആളുകളിൽ ഉറക്കക്കുറവ്, വല്ലാതെ കൂടുതൽ ചായ കുടിക്കുന്ന ആളുകളിൽ ഉറക്കക്കുറവിന്റെ ലക്ഷണം ഉണ്ടാവാം. ഉറങ്ങാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരു പ്രശ്നം, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പറയാറുള്ളൂ. കഫീൻ കൂടുതൽ കഴിക്കുക, ചായ കാപ്പിയൊക്കെ വല്ലാതെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ ഉറക്കക്കുറവും അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മാത്രമേ പറയാറുള്ളൂ. അല്ലാതെ കാർസിനോജൻസിസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ പറയാറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ മിരണ്ട അതുപോലെ പെപ്സി ഒക്കെ കുടിച്ചു കഴിഞ്ഞാല്, അതുപോലെ തണുത്ത ചായയിൽ ഓവർ മധുരം ഉള്ളത് കുടിച്ചു കഴിഞ്ഞാല് കൈയിന്റെ മുട്ടില്, അതുപോലെ തോളത്ത് അതുപോലെ ഒരു കടച്ചിൽ പോലെ ഒരു വേദന, പിന്നെ അതുപോലെ നെഞ്ചിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ പോലെ ഒരു കടച്ചിലും ഒരു കടച്ചിൽ പോലെ ഒരു വേദന ഉണ്ട്. അതെന്താണെന്ന് വിശദീകരിക്കാമോ? ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നിങ്ങൾ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്, അതായത് കാർബണേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ വെള്ളത്തിലേക്ക് അടിച്ചു കയറ്റുന്നത്. അതിൽ ഉപ്പും പഞ്ചസാരയും കുറെ കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ സാധനം, ഈ മിരിന്റെയും കാര്യങ്ങളൊക്കെ. അതിൽ ഓരോന്നും അപകടകരമാണ്. പക്ഷെ ഓരോന്നും ഷുഗർ വല്ലാതെ കൂടുതൽ പറഞ്ഞാൽ ഒരു നമ്മുടെ ചായ കുടിക്കുന്നതിനേക്കാളൊക്കെ വളരെ കൂടുതൽ പഞ്ചസാര ഈ കാണിക്കുന്ന സാധനത്തിനകത്തുണ്ട്. എല്ലാം കൂടുതലാണ് അതിനകത്ത് പഞ്ചസാര. പിന്നുള്ളത് അത് ആസിഡ് ആണെന്നുള്ളതാണ്. ആസിഡ് നമുക്ക് വല്ലാതെ കുടിക്കുന്നത് പല്ലിന്റെ ആരോഗ്യത്തിന്, വയറിന്റെ ആരോഗ്യത്തിനൊക്കെ കേടാണ്. ആസിഡാണത്, ഒരു തരം കാർബോണിക്, ഒരു വീക്ക് ആസിഡാണ് സാധനം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങൾ, ഈ നെഞ്ചരിച്ചിൽ ഇതുണ്ടാക്കാം. നിങ്ങൾ പറഞ്ഞ നെഞ്ചിന്റെ പ്രശ്നം, അതായത് അവിടെ ഒരു വേദനയും നെഞ്ചരിച്ചിലൊക്കെ ഈ പറയുന്ന വെള്ളം കുടി കൊണ്ടുണ്ടാക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ കൈകാലുകളിലെ സന്ധികളിലെ വേദന ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല, കേട്ടിട്ടുമില്ല. അതാണ് പൊതുവെ അതുകൊണ്ട് എന്തെങ്കിലും അസോസിയേഷൻ ഉള്ളതായിട്ട് ഇതുവരെ അറിവില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, കുറെ സമയമായി, മണിക്കൂർ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ഉപകാരപ്രദമായ ക്വസ്റ്റ്യന്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ റാഹത്തായി സന്തോഷകരമായ മറുപടി. എല്ലാവർക്കും പഠിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന രീതിയിൽ തന്റെ ജീവിത രീതി റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ റമദാനൊക്കെ വരികയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉപകാരപ്രദമായ ക്വസ്റ്റ്യനുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഡോക്ടറിൽ നിന്ന് സ്വാലിഹായ അമലായി അല്ലാഹു ഇതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ തന്നെ വിശുദ്ധ റമദാനിന്റെ വിശുദ്ധ റമദാനാണല്ലോ വരുന്നത്. വിശുദ്ധ റമദാനൊക്കെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ റാഹത്തായി ആരോഗ്യകാര്യങ്ങളാണ് നമ്മളൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നത്. റമദാനിലും യാതൊരു പ്രശ്നവുമില്ലാതെ റാഹത്തായി എല്ലാ അമലുകളും സന്തോഷകരമായി കബൂലിയത്തുണ്ടാകുന്ന രീതിയിൽ ചെയ്യാനും
അതുമായി മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അഭിനന്ദനങ്ങളും ഡോക്ടർക്ക് അർപ്പിക്കുകയാണ്. എനിക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുണ്ട് ഡോക്ടറെ. എനിക്ക് ഈ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ക്യാമ്പുകൾക്കൊക്കെ ഒരു അടച്ചിട്ട ഒരു സിറ്റുവേഷനിലുള്ള പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ പ്രസംഗം കേട്ട് വരികയാണെങ്കിൽ തലവേദന ഇങ്ങനെ വരും. പെട്ടെന്ന് ഒരു തലവേദന ഇങ്ങനെ ഒരു പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന മാതിരി ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും. ചെറുതായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കായിരിക്കുമല്ലോ. ഇപ്പൊ അൽഹംദുലില്ലാഹ് അതുകൊണ്ട് വാഹനത്തിന് സാലിം ഫൈസി കൊളത്തൂരിന്റെ ചില പിന്നെ സാലിം ഫൈസി കൊളത്തൂർ ഉസ്താദ് ഉണ്ടല്ലോ, മൂപ്പര് തിബ്ബുൻ നബവിയിലെ പിന്നെ ദുക്തൂറാണല്ലോ. അപ്പോ ഉസ്താവുമായി ബന്ധപ്പെട്ട് ചില മരുന്നുകൾ പറഞ്ഞതിന് ശേഷം സുഖമുണ്ട്. പക്ഷെ മൈഗ്രെയിൻ എന്നൊക്കെയാണ് പിന്നെ ഡോക്ടർമാർ പറയുന്നത്. കുറെ കാലമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഈ സാലിം ഫൈസി ഉസ്താദിന്റെ മരുന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് സുഖമുണ്ട്. എന്നാലും പിന്നെ 100% അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രോണിക് ഹെഡേക്ക് അല്ലെങ്കിൽ വിട്ടുമാറാത്ത തലവേദന അല്ലെങ്കിൽ ഇടയ്ക്ക് വന്നു പോകുന്ന തലവേദന പല കാരണങ്ങളും ഉണ്ടാവാം. ആദ്യമായിട്ട് നോക്കേണ്ടത് കണ്ണിന് പ്രശ്നമില്ല എന്നുള്ളതാണ്. നമ്മൾ ബാക്കിലിരുന്ന് കുറെ മുൻകൂട്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ണിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ തലവേദന വരാം. കണ്ണിന് പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ പിന്നെ ക്രോണിക് ഹെഡേക്ക് വരാനുള്ള പല കാരണങ്ങൾ ടെൻഷൻ ഹെഡേക്ക്, മൈഗ്രെയിൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, ധാരാളം ഹെഡേക്ക്, പലതരത്തിലുള്ള ഹെഡേക്കുകളുണ്ട്. മൈഗ്രെയിൻ ഹെഡേക്ക് ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതല്ല, നമ്മൾ ഒരേ കാര്യത്തിന് കൂടുതൽ ശ്രദ്ധിച്ച് നമ്മുടെ തലയൊക്കെ വല്ലാതെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ പുറത്ത് വേദന ഉണ്ടാവാം. തലയുടെ പുറത്ത് നിന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിൽ വേദന. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തലയിൽ ഒന്ന് മുറുക്കി കെട്ടിയാൽ ആ വേദന കുറയും. ഒന്ന് നമ്മുടെ തലയുടെ പുറത്തുള്ള ഒരു വസ്തുവിലേക്ക് തന്നെ നമ്മൾ ഒരു ആകാശത്തേക്ക് നമ്മൾ സൂര്യനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ണ് വല്ലാതെ ചിമ്മിയൊക്കെ നോക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ വല്ലാതെ വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ തലവേദന വരാം. നമ്മുടെ പുരികം നമ്മൾ ഇളക്കില്ലേ, ഇളക്കുന്നത് ഒരു മസിലാണ്. നമ്മുടെ പുരികമല്ല, നമ്മുടെ കൺപീരി അല്ലാത്ത പുരികം, നമ്മുടെ ഐബ്രോസ്, അത് ഇളക്കുന്നത് നമ്മുടെ ഒരു മസിലാണ്, നമ്മുടെ തലയോട്ടിലുള്ള മസിലാണ്. അത് വല്ലാതെ വെയിലത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പുരികം നമുക്ക് അറിയാതെ തന്നെ നമുക്ക് കൂർക്കാനും വിൽക്കാനും അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ വന്ന് നമ്മുടെ തലയിലെ ആ മസിൽസ് ഇളകി അത് എപ്പോഴും ആക്ട് ചെയ്ത് കുറേ സമയത്തേക്ക് തുടർച്ചയായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ പെയിൻ വരും. അത് അങ്ങനെ തലവേദന വരാം. അതോടുകൂടെ തലന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വന്നിട്ട് അതാണ് മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. അങ്ങനെ തലവേദന വരാം. പിന്നെ ക്ലസ്റ്റർ ഹെഡേക്ക്. പിന്നെ അത് ഞാൻ മൂന്നാമത് പറയുന്ന ഹെഡേക്കിന് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക, മൂക്കിൽ നിന്ന് മൂക്കുനീര്, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അത് പൊതുവെ കുറവാണ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവിട്ട് വരും. മൈഗ്രെയിൻ ആയിട്ടും വരും, അതുപോലെ തന്നെ ഈ ടെൻഷൻ ഹെഡേക്ക് ആയിട്ടും രണ്ടും വരും. തലയുടെ ടെൻഷൻ കാരണം വരും. ഈ രണ്ട് കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട വെയിലും കാര്യങ്ങളൊക്കെ തട്ടുന്ന കുറയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് ഛർദിയും മറ്റു കാര്യങ്ങളൊക്കെ വരും, അതിന്റെ കൂടെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവസ്ഥയിൽ അത്തരം സാഹചര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണം ഞാൻ ഒരു സ്ത്രീകളൊക്കെ ആണെങ്കിൽ വെയിലത്ത് ഒരു കല്യാണത്തിനൊക്കെ പോയി വന്നാൽ ഞാൻ അന്ന് തലവേദന, ഒരു വെയിലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തലവേദന വരുന്നതിന് മുമ്പായിട്ട് അറിയാൻ പറ്റും എനിക്ക് തലവേദന വരുന്നുണ്ട്. കണ്ണിലൊക്കെ ചെറിയ മങ്ങിച്ചയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആളുകൾ വരാം, ഛർദി ഉണ്ടാവാം, ഒരു ഉറക്കുറങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ തലവേദന മാറാം. ഇങ്ങനെയുള്ള ആളുകളിൽ വരുന്ന അവസരങ്ങൾ കുറയ്ക്കുക. വന്നു കഴിഞ്ഞാൽ ചില ആളുകളിൽ ചോക്ലേറ്റ് കഴിച്ചാൽ അല്ലെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ഇത് കുറയാനുള്ള സാധ്യത ഉണ്ട്. ചില ആളുകൾ ചില മൈഗ്രെയിൻ ഹെഡേക്ക് അല്ലാത്ത തരത്തിലുള്ള ഹെഡേക്കാണ് തലയിലൊന്ന് വരിഞ്ഞു മുറിക്കിയാൽ, തലയിൽ വരിഞ്ഞൊരു ബാൻഡ് പോലെ തലയിൽ നമ്മൾ ഈ അറബികളെ ചുറ്റില്ലേ, അത് വല്ലാതെ ടൈറ്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ തലയിൽ ഒരു വട്ട് പോലെ ഇട്ട് കഴിഞ്ഞാൽ ചില ആളുകളിൽ ചില തരത്തിലുള്ള ഹെഡേക്കുകൾ അതുകൊണ്ട് കുറവുണ്ടാവും. ഇതുകൊണ്ടൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് വീണ്ടും തലവേദന വരുന്നുണ്ട്. ഒരു മാസത്തിൽ 2ൽ കൂടുതൽ തവണ
അടുപ്പിച്ച് ഈ തലവേദന മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, അതായത് തലവേദന വരുന്നതിന്റെ തീവ്രത കുറയ്ക്കാനും ഇടവേള കൂട്ടാനും, അതായത് വരുന്ന സമയത്ത് തലവേദന കുറഞ്ഞ തോതിൽ വരാനും പിന്നെ ഇടക്കിടക്ക് വരുന്ന ഒഴിവാക്കി വല്ലാതെ ദൂരം ഗ്യാപ്പിട്ട് വരാനും വേണ്ടി അതിന് പ്രൊഫൈലാക്സ് ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകളുണ്ട്. ഇതാണ് പൊതുവെ അലോപ്പതിയിൽ ഇങ്ങനെയുള്ള മൈഗ്രെയിൻ ഹെഡേക്കിനെ കുറിച്ച് പറയാനുള്ളത്. അത് എന്തെങ്കിലും അപകടകരമായ വേറെന്തെങ്കിലും ആയി മാറുക അങ്ങനെയൊന്നും സാധാരണഗതിയിൽ മൈഗ്രെയിൻ ഉണ്ടാവാറില്ല. മൈഗ്രെയിന്റെ പൂർണ്ണമായ മൈഗ്രെയിന്റെ ലക്ഷണങ്ങളോടുകൂടിയാണ് വരുന്നതെങ്കിൽ മറ്റു പരിശോധനകളും ആവശ്യമില്ല. പക്ഷേ മൈഗ്രെയിന്റെ പൂർണ്ണമായ ലക്ഷണങ്ങളല്ലാതെ തുടർച്ചയായിട്ടുള്ള തലവേദന ആണെങ്കിൽ തലയുടെ സ്കാൻ എടുത്ത് തലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് മൈഗ്രെയിൻ തലവേദനയാണ്. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ്, വെയിലടിക്കുന്നത്, വല്ലാതെ ദൂരെ നിന്നൊരു വസ്തു നോക്കുന്നത്, അടുത്ത് പോയി നിങ്ങൾക്ക് അതിന്റെ ക്ലാസിന്റെ അടുത്ത് പോയി നിൽക്കാം, ജനലിന്റെ അടുത്ത് വന്ന് നിൽക്കാം, നമുക്കിഷ്ടമില്ലാത്ത ഗന്ധം സ്മെല്ല് ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. തലേന്ന് രാത്രി നന്നായി ഉറങ്ങാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെയും തലവേദന ഉണ്ടെങ്കിൽ വല്ല ഒരു പാരസിറ്റമോളോ അതിൽ കൂടുതലോ ഒരു പാരസിറ്റമോളൊക്കെ കഴിച്ചു നോക്കാം. ഡോക്ടർ കാണാതെ തന്നെ കഴിച്ചു നോക്കാം. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പൊതുവെ പറയാനുള്ളത്. പൂർണ്ണമായിട്ട് മാറാന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ കുറെ കഴിഞ്ഞാൽ ഒരു 1-2 വർഷം കഴിഞ്ഞാൽ പൂർണ്ണമായി മാറുന്നതായിട്ട് കാണാറുണ്ട്. ചില ആളുകളിൽ ചിലപ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടതായിട്ടും വരാറുണ്ട്. എന്തായാലും അതൊരു ഗുരുതരമായ അസുഖമല്ല, ഗുരുതരമായി മാറാറുമില്ല. പക്ഷെ അതിന്റെ ലക്ഷണങ്ങളോ വളരെ ഗുരുതരമാണ്. ചിലപ്പോൾ വളരെ തല വെട്ടിപ്പൊളിക്കുന്ന തരത്തിലുള്ള വേദനയൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ടി വരികയും ചെയ്യും. ഏതായാലും ഇതാണ് പൊതുവെ മൈഗ്രെയിൻ ഹെഡേക്കിനെ കുറിച്ചും മറ്റു തരത്തിലുള്ള ക്രോണിക് ഹെഡേക്കിനെ കുറിച്ചും പൊതുവെ പറയാനുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമലൈക്കും. ഡോക്ടർ, ഒരു ഉപചോദ്യം ചോദിക്കാനാണ്. നേരത്തെ പറഞ്ഞാൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലെ ആസിഡിന്റെ പവർ നല്ലോണം കൂടുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാല് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് പഞ്ചസാര ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. വെറും വയറ്റിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു ആസിഡിറ്റി അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് കേടല്ലേ? മലയാളിക്ക് എന്നു മുതലാണ് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെള്ളം കുടിക്കുന്ന സ്വഭാവം തുടങ്ങിയിട്ടുള്ളത്? അത് ശരിക്കും കേടല്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ മലയാളികൾ കേരളത്തിലുള്ളവർ പൂർണ്ണമായിട്ടും ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ സമയത്ത് വെള്ളം കുടിക്കുന്നുണ്ട്. അതിന്റെ ഒരു ശാസ്ത്രീയ വശം ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു സാർ. താങ്ക് യു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിൽ പറയാനുള്ളത്, നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷെ നാരങ്ങയിൽ സിട്രിക് ആസിഡ് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള വിറ്റാമിനുകളും കൂടെ ഉണ്ട്. വൈറ്റമിൻ സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് നാരങ്ങ. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, നമ്മുടെ ആമാശയത്തിനകത്ത് അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനകത്ത് വളരെ കട്ടി കൂടിയ എന്ന് പറഞ്ഞാൽ ഈ സിട്രിക് ആസിഡ് ഒന്നും അല്ലാത്ത തരത്തിലുള്ള ആസിഡാണ്. ലോ അസിഡിറ്റി ഉള്ളതാണ് സിട്രിക് ആസിഡ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇതൊക്കെ വളരെ കുറഞ്ഞ ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന തരത്തിലുള്ള പ്ലസ് ടുവിലൊക്കെ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വളരെ കട്ടി കൂടിയ ഒരു ആസിഡാണ് നമ്മുടെ വയറിനകത്തുള്ളത്. വളരെ കട്ടി കൂടിയ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആസിഡാണ് നമ്മുടെ വയറിനകത്ത് നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ആസിഡ്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സിട്രിക് ആസിഡൊക്കെ വളരെ കുറഞ്ഞ ആസിഡാണ്. പക്ഷേ അതില് ഒരു പ്രധാന പ്രശ്നമുള്ളത്, അത് നമ്മുടെ വയറ്റിലെത്തിയാൽ മാത്രമേ അത് ഒന്നും അല്ലാതാവുന്നുള്ളൂ. പക്ഷെ നമ്മുടെ വായിനകത്ത്, അതായത് നമ്മുടെ കുറെ നേരം നമ്മുടെ വായിൽ പിടിച്ചാൽ നമ്മുടെ പല്ലിന് കേട് വരാന്, നമ്മുടെ വായക്കകത്ത് പ്രശ്നം വരാന്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അന്നനാളത്തിലൂടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഈ ആമാശയത്തിലേക്ക് എത്താൻ. പക്ഷെ അന്നനാളത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെയൊക്കെ ആസിഡ് റിഫ്ലക്സ് ഉള്ള ആളാണ്. അതായത് ആസിഡ് അന്നനാളത്തിലേക്ക് കയറിയിട്ട് അവിടെ ഇറോഷൻ, നമ്മുടെ ആമാശയത്തിനകത്ത് മാത്രമാണ് ഈ ആസിഡിനെ താങ്ങാനുള്ള ശേഷി പടച്ചവൻ സജ്ജീകരിച്ചിട്ടുള്ളൂ. ആമാശയത്തിന് പുറത്ത് ഒന്നുകിൽ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴോട്ട് കയറി കഴിഞ്ഞാലൊക്കെ അവിടെ ഈ ആസിഡ് നമ്മളെ പൊള്ളിക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴെങ്കിലും നമ്മുടെ നെഞ്ചിലേക്ക് ഈ ആസിഡ് കയറി കഴിഞ്ഞാൽ ഭയങ്കര എരിച്ചിലും നമ്മൾ നെഞ്ചരിച്ചിലൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ആസിഡ്
വല്ലപ്പോഴും എന്തെങ്കിലും പ്രശ്നം കാരണം നമ്മുടെ അന്നനാളത്തിലേക്ക്, നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന കുഴലാണ് അന്നനാളം, നമുക്ക് ഈസോഫാഗസ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആസിഡ് റിഫ്ലക്സ് ഉള്ള ആളുകളിൽ നല്ല കട്ടി കൂടിയ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ നാരങ്ങ കഴിക്കുന്നത് നല്ലതല്ല. നോമ്പ് തുറക്കുന്ന സമയത്തും ഇത് കഴിക്കുന്നത് നല്ലതല്ല. ഇതാണ് പൊതുവെ പറയാനുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ആസിഡും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കഴിക്കുന്നത് ഗുണകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ പൊതുവെ നാരങ്ങ ആരോഗ്യകരമാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള വളരെ നല്ല വിറ്റാമിനുകൾ ഉണ്ട്, വിറ്റാമിൻ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് തുറന്ന ഉടനെ നമുക്ക് കാരക്ക വെച്ചും വെള്ളം വെച്ചും തന്നെയാണ് നോമ്പ് തുറക്കേണ്ടത്, ആസിഡ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അതിന്റെ കൂടെ നമുക്ക് ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള അസുഖം അല്ലെങ്കിൽ പല്ലിന് കേടുള്ള ആളുകളിലൊക്കെ നമ്മൾ കട്ടി കൂടിയ സിട്രിക് ആസിഡ്, നാരങ്ങ കൂടുതൽ ഉപയോഗിക്കുന്നതും ഒക്കെ അത്ര ഗുണകരമാണെന്ന് പറയാൻ വയ്യ. ശ്രദ്ധിക്കേണ്ടിയിരിക്കും, പക്ഷെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകൾ ധാരാളം തരുന്നുണ്ട്. അതാണ് പൊതുവെ പറയാനുള്ളത്. മൈക്കിൾ ലീസി ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സത്യവിശ്വാസികളുടെ മനസ്സിൽ ആത്മീയാനുഭൂതി ഉണർത്തി സർവശക്തനായ നാഥന്റെ കാരുണ്യവർഷമായി വിശുദ്ധ റമദാൻ വരവായി. ഈ പുണ്യമാസത്തിൽ KICR SKSSF കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ശ്രോതാക്കൾക്കായി ഒരുക്കുന്ന വൈജ്ഞാനിക വിരുന്ന് ബാബു റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോകാസുവർഗത്തിൻ കവാടം റയ്യാൻ, സുഹൃതങ്ങൾ നേറ്റി റമളാൻ കനിഞ്ഞതയ്യാൻ. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന റമദാൻ ക്യാമ്പയിനിൽ ഉസ്താദ് അബ്ദുസലാം ബാഖവി, ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, MP അബൂബക്കർ ദാരിമി, അബ്ദുൽ ഗഫൂർ അൻവരി, സലീം ഫൈലി ഇർഫാനി, അബ്ദുൽ ജലീൽ ദാരിമി, അച്ചൂർ ഫൈലി, അബ്ദുൽ മജീദ് ഹുദവി, അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ്, ഫൈസൽ നിയാസ് ഹുദവി കൊല്ലം, അബ്ദുൽ ബാരി ഹുദവി, സൽമാൻ അസ്ഹരി, ഷംസുദ്ദീൻ ഫൈദി, മുസ്തഫ ഹുദവി തുടങ്ങി കേരളത്തിലും പ്രവാസ ലോകത്തുമുള്ള പ്രഗത്ഭ പണ്ഡിത നേതൃത്വം നൽകുന്ന പഠന പ്രഭാഷണങ്ങൾ. ബാബു റയ്യാൻ. സൗദി സമയം രാത്രി 10 മണിക്ക്, UAE സമയം രാത്രി 11 മണിക്ക്. സുഖലോകാസുവർഗത്തിൻ കവാടം റയ്യാൻ, സുഹൃതങ്ങൾ നേറ്റി റമളാൻ കനിഞ്ഞതയ്യാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായാലും ഒരുപാട് സമയമായി ബഹുമാനപ്പെട്ട ഡോക്ടർ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുന്നത്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇന്ന് ഡോക്ടർ സാറ്, ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ പെടല് വേദന, തോള്. കാരണം കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് വരുന്ന കയ്യില് ഒരു തരിപ്പ്, അതുപോലെ തന്നെ പെടല് വേദന, കഴുത്ത് വേദനയൊക്കെ. അതിന് എനിക്ക് ഉണ്ട് വല്ലാത്ത തലവേദന. ഇതൊക്കെ ഞാൻ കാണിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞത് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന രോഗമാണ് എന്ന് പറഞ്ഞ് തലവേദന വരുമ്പോൾ പാരോക്സിക്കാം കുടിക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് കുടിക്കണം, കൂടുതൽ കുടിക്കണ്ട, ഒരു പ്രാവശ്യം കുടിച്ച് തലവേദന മാറിയാൽ പിന്നെ കുടിക്കേണ്ട, ആവശ്യമുണ്ട് മാത്രം കുടിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട്, എന്താണ് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഇതിന് എന്താണ് പ്രതിവിധി? ഇതിന് മരുന്നില്ലേ? അല്ല ഇതിന് വല്ല എക്സസൈസ് കൊണ്ട് മാത്രമാണോ ഇത് സുഖപ്പെടുക? ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ സാറെ? കാരണം ഇത് പലരിലും കണ്ടുവരുന്നുണ്ട്. എനിക്കിപ്പോ അത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോ ഒരു 3-4 വർഷമായി എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നാലും ആ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ കൈവച്ചിരുന്നാലും തല കഴുത്തങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് കൂടുതൽ സ്ട്രെസ് വരുമ്പോഴൊക്കെ ഈ തലവേദന ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇതിന് ഒന്ന് പറയാൻ, ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുവെ തല, കഴുത്ത് വേദനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്, പൊതുവെ നമുക്ക് എല്ലിന്റെ പ്രശ്നമാണ് ഈ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത്. എല്ലിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, നമ്മുടെ കഴുത്തിലെ മസിൽസിന്റെ പ്രശ്നം കൊണ്ട്, തലയോട്ടിലെ മസിൽസിന്റെ പ്രശ്നം കൊണ്ട്, നമ്മുടെ കണ്ണിന്റെ സ്ട്രെയിൻ കൊണ്ടൊക്കെ തലവേദന ഒക്കെ വരാം. അപ്പോൾ പൊതുവെ പറയാനുള്ളത്, നമ്മുടെ നിൽക്കുന്ന പൊസിഷൻ കംഫർട്ടബിൾ ആയിരിക്കണം. അത് കഴുത്തിന് സപ്പോർട്ട് വേണം. തലയ്ക്ക് സപ്പോർട്ട് കൊടുത്താൽ മാത്രം പോരാ, കഴുത്തിന് സപ്പോർട്ട് വേണം. അപ്പോൾ കഴുത്തിന്റെ അവിടെ നമ്മൾ തല ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ കഴുത്ത് നമ്മൾ എവിടെയും തട്ടുന്നില്ല, കഴുത്ത് ഇങ്ങനെ വെറുതെ വായുവിൽ നിൽക്കുകയല്ലേ. അപ്പൊ അവിടെയും സപ്പോർട്ട് വേണം. ഒന്നുകിൽ സർവൈക്കൽ കോളർ അല്ലെങ്കിൽ സർവൈക്കൽ പില്ലോ എന്നൊക്കെ പറയും. കിടക്കുകയാണെങ്കിലും നമ്മൾ തലയുടെ അവിടെ ഒരു തലയണ വെച്ചിട്ട് നമ്മൾ കിടക്കും. അതിന് പകരം തലയുടെ അവിടെ തലവേണ വേണം. അതിനേക്കാളും കുറച്ചുകൂടെ ഉയരത്തിൽ കഴുത്തിനും സപ്പോർട്ട് വേണം. ഇതാണ് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇരിക്കുമ്പോഴും അതുപോലെയുള്ള കാര്യം ചെയ്യണം. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പൊതുവെ തലവേദനയുടെയും കഴുത്തുവേദനയെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഉള്ള ആളുകൾ സർവൈക്കൽ സ്പോണ്ടിലൈസിസ് ആണ് എന്ന് പറയുന്ന ആളുകളിലും ഈ കാര്യം ശ്രദ്ധിക്കണം. സർവൈക്കൽ സ്പോണ്ടിലൈസിസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന്റെ അസ്ഥിയുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ആളുകൾ അസ്ഥിയെ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിന് എക്സസൈസ് ചെയ്ത് കുറെ കൂടെ ബലപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് പൊതുവെ ചെയ്യാനുള്ളത്. വേദന വരും, അത് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ വേദന വല്ലാതെ വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് വേദന സംഹാരി ഗുളികകളും കഴിക്കുക. വേദന സംഹാരി ഗുളികകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചികിത്സക്ക് വേണ്ടിയുള്ളതല്ല, വേദനയ്ക്ക് വേണ്ടിയുള്ള. അതുകൊണ്ട് വേദന ഉള്ള സമയത്ത് കഴിക്കുക, ഇല്ലാത്ത സമയത്ത് കഴിക്കാതിരിക്കുക. അതാണ് അതിന്റെ ആരോഗ്യകരമായ വശം. പിന്നെ നമ്മൾ 3 നേരം വേദന സംഹാരി ഗുളിക ഡോക്ടർമാർ എഴുതി കൊടുക്കും. എന്തുകൊണ്ട്? അത് ഒരു ദിവസം മുഴുവനായിട്ട് വേദനയുള്ള ഒരവസ്ഥയിൽ നമ്മൾ വേദന ഗുളികയുടെ പരിധി അല്ലെങ്കിൽ സമയപരിധി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു 8 മണിക്കൂർ കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് ദിവസം തുടർച്ചയായിട്ട് വേദനയുള്ള ഒരാൾക്ക് നമ്മൾ ദിവസം 3 നേരം വരെ അത് ഗുളിക കൊടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് ഡോക്ടർമാർ വേദന സംഹാരി ഗുളിക എഴുതുന്ന സമയത്ത് ഒന്നുകിൽ 3 നേരം അല്ലെങ്കിൽ 2 നേരം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ എഴുതുന്നത്. പക്ഷെ അത് ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കേണ്ട ഗുളികയാണ്. അതുപോലെയല്ല മറ്റു ഗുളികകൾ. ഇപ്പോൾ നമുക്ക് കഫ്കെട്ടിന്റെ ഗുളികയൊക്കെ ആണെങ്കിൽ അത് കൃത്യമായ ഇടവേളയിൽ തന്നെ കഴിക്കേണ്ടതുമാണ്. അതാണ് പൊതുവെ അതിനെക്കുറിച്ച് പറയാനുള്ളത്. കണ്ണിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ മൈഗ്രെയിൻ ഹെഡേക്കിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ടെൻഷൻ ഹെഡേക്ക്. നമ്മൾ കണ്ണ് വല്ലാതെ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയിലുള്ള മസിൽസ്, നമ്മുടെ പുറകിലും നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുമായിട്ട് 2 മസിൽസ് ഉണ്ട്. അത് നമ്മൾ കരുതിയില്ലെങ്കിൽ പോലും അത് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കുറെ സമയത്തേക്ക് നമ്മൾ ഒരു വ്യക്തി ഒരു സ്ഥാനത്തിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ അത് നമ്മൾ ഓവർ യൂസ് ആയിട്ട് അട്രോഫീഡ് ആയ അങ്ങനെ അത് ഓവർ യൂസ് ആയിട്ട് അതിന് ഫറ്റീഗ് വരികയും അങ്ങനെ വേദന വരികയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ശ്രദ്ധിക്കണം. ഹെഡ് മസാജ്, അതുപോലെ തന്നെ തലയിൽ നമുക്ക് ഒരു ബാൻഡ്, ഞാൻ പറഞ്ഞ പോലെ ബാൻഡ് ഇടുന്നത് ഒക്കെ അതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെയും നമ്മുടെ മോണിറ്ററിന്റെയും പൊസിഷൻ അതെല്ലാം ആരോഗ്യകരമായ രീതിയിൽ സെറ്റ് ചെയ്യുക. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ ഇരിക്കത്തിന്റെ പോസ്റ്റർ, നമ്മൾ ചാരി ഇരിക്കുകയാണെങ്കിൽ തലയ്ക്ക് അതുപോലെ തന്നെ കഴുത്തിന് സപ്പോർട്ട്, കിടക്കുന്ന സമയത്ത് കഴുത്തിന് സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടുകൂടെ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചതിനകത്ത് സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന നമ്മുടെ കഴുത്തിനകത്തുള്ള കശേരുക്കളില്, നമ്മുടെ കഴുത്തിനകത്തുള്ള നട്ടെല്ല് നമ്മുടെ പിൻഭാഗം മുതൽ തലയോട്ടി വരെ ഉണ്ട്. അപ്പോൾ ആ നട്ടെല്ലിന്റെ കഴുത്തിനകത്തുള്ള ഭാഗങ്ങൾ സർവൈക്കൽ സ്പൈൻസ്, അതിന് ഉണ്ടാവുന്ന ചില തേയ്മാനവും അതുപോലെ നീർക്കെട്ടാണ് സർവൈക്കൽ സ്പോണ്ടൈലോസിസ് അല്ലെങ്കിൽ സ്പോണ്ടൈലൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നീര് കുറയാനുള്ള കാര്യങ്ങളും അതിന് റെസ്റ്റും വല്ലാതെ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ കോളർ വെക്കേണ്ടി വരും. കോളറും ഞാൻ പറഞ്ഞ ഈ സർവൈക്കൽ പില്ലോയും രണ്ടും വ്യത്യസ്തമാണ്. കോളർ എന്ന് പറയുന്നത് നമ്മുടെ അവിടെയുള്ള അസ്ഥിയുടെ തേയ്മാനം കാരണം അത് വല്ലാതെ അതിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി, അതിന് ഇളക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കോളർ. അതായത് നമ്മൾ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഒരു പട്ട വെച്ച് കെട്ടിയിരിക്കുന്ന കഴുത്ത് ചുറ്റും, അതാണ് സർവൈക്കൽ കോളർ എന്ന് പറയുന്നത്. അത് ഇളക്കം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അതേസമയം സർവൈക്കൽ പില്ലോ അല്ലെങ്കിൽ കഴുത്തിന് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വേറെ കാര്യമാണ്. കഴുത്തിന് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലുള്ള മസിൽസിന് ആയാസം കുറയ്ക്കാൻ വേണ്ടി, നമ്മൾ കഴുത്ത് എപ്പോഴും സ്റ്റഡിയായി നിൽക്കുകയാണ്. നമുക്ക് അത് ഒന്ന് ലൂസായിരിക്കാൻ വേണ്ടി. തലയ്ക്ക് നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും, അതേസമയം കഴുത്തിന്റെ അവിടെ
നമ്മൾ കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പുതപ്പ് ചുരുട്ടി ഒരു ഉരുളയാക്കിയിട്ട് കഴുത്തിന് താഴെ വെച്ചാൽ ഒരു നേരെ ഒരു പരന്ന് കിടക്കുന്ന സമയത്ത് കഴുത്തിന് മാത്രം സപ്പോർട്ടാണ്. അതാണ് കഴുത്തിന് സപ്പോർട്ട് പറയുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അത്. കഴുത്തിന് സപ്പോർട്ട് തലവേദനയിലും കഴുത്തുവേദനയിലും പ്രധാനപ്പെട്ട കാരണമാണെന്നുള്ളതുകൊണ്ടാണ് അത് പലപ്പോഴും നമ്മൾ നെഗ്ലക്ട് ചെയ്യാറാണ്. ഡോക്ടർമാരാണെങ്കിലും ശരി, രോഗികളാണ്, പലപ്പോഴും അത് നമ്മൾ കാര്യമായ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ അത് കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും അതുപെട്ട വിദഗ്ധന്മാരും കൂടുതൽ പറയുന്നത്. അത് കൂടുതൽ ശ്രദ്ധിക്കാം. പൊതുവെ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിൽ അതാണ് ഇത്ര പൊതുവെ പറയാനുള്ളത്. ഇനി അധിക സമയത്തേക്ക് ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് നിർത്തണം. ഇൻഷാ അല്ലാഹ് ഭക്ഷണമുണ്ട്, നിസ്കാരമുണ്ട്. നിസ്കാരം എല്ലാം വൈകാൻ പറ്റില്ല. അതാണ് പൊതുവെ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെയും ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ഇന്ന് പകൽ സമയത്ത് ഒഴിവാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ശബ്ദം കേൾക്കുന്നില്ലേ? പിന്നെ എനിക്ക് ഒരു ഡൗട്ട് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ യൂറിന് ചെക്ക് ചെയ്ത സമയത്ത് അതില് മൈക്രോ ആൽബുമിന് കൂടുതലാണെന്നാണ് അതിന്റെ റിസൾട്ട് കിട്ടിയത്. ഇത് എങ്ങനെ സംഭവിക്കുന്നതാണെന്നൊന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. മൈക്രോ ആൽബുമിന്റെ അളവ് യൂറിനിൽ കൂടുതലാവല് അത് എങ്ങനെ ഉണ്ടാവുന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിത് ഇന്ന് ക്ലാസിന്റെ തുടക്കത്തിൽ ഒന്ന് സംസാരിച്ചു പോയ വിഷയമാണ് മൈക്രോ ആൽബുമിനുറിയ. മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന ആളുകൾ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറ് ഷുഗറുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ മൈക്രോ ആൽബുമിനുറിയ ചെക്ക് ചെയ്യാറുള്ളൂ. മൈക്രോ ആൽബുമിനുറിയ എന്ന് പറയുന്നത് ഷുഗർ കാരണം നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം തകരാറാവുന്നതിന്റെ ആദ്യത്തെ പരിശോധനാ ഫലമാണ് മൈക്രോ ആൽബുമിനുറിയ. ഷുഗർ കാരണം ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ആദ്യത്തെ ലക്ഷണമാണ്, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് കാണിക്കാവുന്ന ഒരു എവിഡൻസ് ആണ് മൈക്രോ ആൽബുമിനുറിയ എന്ന് പറയുന്നത്. അത് ചെലവ് കൂടിയൊരു പരിശോധനയാണ്. അത് പരിശോധിച്ചറിയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും വേണ്ടി ഉള്ള ചികിത്സ തുടങ്ങാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതായത് ഡയബറ്റീസ് ഷുഗറുള്ള ആൾക്ക് അങ്ങനെ കണ്ടുവെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു മരുന്നും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യും. റീനോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മൾ കിഡ്നി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിന്റെ അത്തരത്തിലുള്ള ചില മരുന്നുകൾ, അത് ACE ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയുക, ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സ്, അതല്ലെങ്കിൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ. ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഇത് രണ്ടും പൊതുവെ അല്ലെങ്കിൽ പ്രാഥമികമായി ഇത് രണ്ടും ഒരു പ്രഷറിന്റെ മരുന്നാണ്, പ്രഷറുള്ള ആൾക്ക് കൊടുക്കുന്ന മരുന്നാണ്. പക്ഷേ ഷുഗറുള്ള ആൾക്ക് ഷുഗർ കാരണം കുറെ കാലത്തേക്ക് ഷുഗർ കാരണം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മരുന്ന് കൂടെ കൊടുക്കും. അത് ലൊസാർട്ട് അല്ലെങ്കിൽ ലോസ്റ്റാറ്റ് എന്നൊക്കെ രീതിയിൽ, ലൊസാർ എന്നൊക്കെ പ്രഷറുള്ള മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് പരിചയമുള്ള മരുന്നുകളായിരിക്കും. ലൊസാർ 50 അല്ലെങ്കിൽ ലൊസാർ 25, ലോസ്റ്റാറ്റ് അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള പല മരുന്നുകൾ, റാമിപ്പിൽ, എൻവാസ് എന്നൊക്കെ രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള മരുന്ന്. ഈ രണ്ട് തരത്തിൽ മരുന്നുകൾ തുടങ്ങണ്ടേ എന്നറിയാൻ വേണ്ടിയുള്ള പരിശോധനയാണത്. അങ്ങനെയുള്ള ആളുകൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ അത് നമ്മുടെ ഡയബറ്റിസ് കിഡ്നിയെ ബാധിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടിയുള്ള മരുന്നാണിത്. അങ്ങനെ അല്ല, ഒരു പരിശോധനയാണത്. ആ പരിശോധന റിപ്പോർട്ട് പോസിറ്റീവായ ആളുകൾ നമ്മൾ ഈ മരുന്ന് കൂടെ ഈ ACE ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ് കൂടെ ആഡ് ചെയ്യും. ഇതറിയാൻ വേണ്ടിയാണ് പരിശോധിക്കുന്നത്. അത്രയും കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളത്. മൈക്കിൾ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ, ഒരു സംശയം കൂടി. ഞാൻ ഈ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ പത്രം വായിക്കുക, അതുപോലെ എന്തെങ്കിലും പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഛർദി വരാറുണ്ട്. അത് ആദ്യം ഞാനിത് ഒരു കാരണമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല.
അത് മാതൃഭൂമിയില് ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഫീച്ചറുകളൊക്കെ വരുന്ന ഒരു ഭാഗത്ത് ഒരു ആർട്ടിക്കിൾ കണ്ടു. അതിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്രം വായിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിലേക്കൊക്കെ തുടർച്ചയായി അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിലേക്ക് തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് ഞാൻ കണ്ടു. മാത്രമല്ല അത് എന്റെ സുഹൃത്തുക്കൾക്ക് ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അങ്ങനെ ഉണ്ടാകുന്നത് എന്ന്, അതുപോലെ അതിന്റെ കാരണങ്ങൾ ഒരു പക്ഷെ ഒരുപാട് ആളുകൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു കാരണമാണ് അതിന് ഉള്ളത് എന്ന് അറിയാത്തവരുണ്ടാകാം. അത് അത്തരക്കാർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന രീതിയിൽ അതിനൊരു മറുപടി ഉണ്ടാകും എന്നുള്ള നിലക്കാണ് ഞാൻ ചോദിച്ചത്. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കണ്ണ്, ചെവി, ഇത് രണ്ടും നമ്മുടെ ബാലൻസിനെ തീരുമാനിക്കുന്ന അവയവങ്ങളിൽപ്പെട്ടതാണ്. കണ്ണ് തരുന്ന കാഴ്ചകളും ചെവി നമുക്ക് തരുന്ന ബാലൻസിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് തീരുമാനിക്കപ്പെടുന്നത്. നമുക്ക് ചെവിയുടെ ഉള്ളില് നമുക്ക് സെമി ലൂണാർ കനാൽസ് എന്ന് പറയും. അതിനകത്തുള്ള സങ്കീർണമായ പ്രവർത്തനങ്ങൾ വഴിയാണ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻസ് അനുസരിച്ച് നിൽക്കും. അത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തലകറക്കവും ഛർദിയും വരാം. ഛർദിയായിട്ടും തലകറക്കായിട്ടും വരാം. അതിൽപ്പെട്ടതാണ് നിങ്ങൾ ഈ പറയുന്ന യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ വസ്തുക്കൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിന് ഒരു കൺഫ്യൂഷൻ വരുന്നു. ചില ആളുകൾക്ക് അത് കോപ്പ് ചെയ്യാം. ചില പ്രായം കുറഞ്ഞ കുട്ടികളിൽ അത് ബുദ്ധി പൂർണ്ണമായി അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് വളർച്ച പൂർണ്ണമാവുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ സമയം പുറത്തു നോക്കിയിരുന്നാൽ പിന്നെ നമ്മൾ ഈ പത്രം വായിക്കുകയാണെങ്കിലൊക്കെ അതൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ തലച്ചോറിന് കൺഫ്യൂഷൻ ആവുന്നു. അത് മോഷൻ സിക്നസിന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കം ആൻഡ് ഛർദി, പിന്നെ നമ്മൾ മോഷൻ സിക്നസ് എന്നാണ് പറയാറ്. അതോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് മൂവ് ചെയ്യുന്ന വസ്തുവിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയും അപ്പോൾ നമ്മുടെ ഓറിയന്റേഷൻ ഇൻ സ്പേസ്, നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വരികയും അത് കാരണം ഒരു ഛർദി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളിൽ ചിലപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി വല്ലാതെ അടിക്കാം. എന്റെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, നിസ്റ്റാഗ്മസ് എന്ന് പറയും, അതും ഉണ്ടാവാം. അത് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല സാധാരണഗതി വരുന്നത്, അവരുടെ പ്രകൃതി അങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, അത് നമ്മുടെ ബാലൻസ് ആയിട്ടും നമ്മുടെ തലച്ചോറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. സങ്കീർണമാണ് കുറെ കൂടെ. അത് നമ്മുടെ ശരീരത്തിന് നമുക്ക് കിട്ടുന്ന ആവയവങ്ങൾ, നമ്മൾ പുറത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ കണ്ണിലൂടെയും ചെവിയിലൂടെയും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അത് ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും, തലച്ചോറിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണ് അത് പ്രശ്നം വരുന്നത്. പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ആളുകളിൽ അത്തരം അവസരങ്ങൾ ഒഴിവാക്കാനുള്ള ചില പ്രത്യേക മരുന്നുകൾ മുൻകൂട്ടി കൊടുക്കുക. ഒരു യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളിൽ പെട്ടെന്ന് വല്ലാതെ ഛർദിയൊക്കെ വരിക, തലവേദന വരികയൊക്കെ ആണെങ്കിലൊക്കെ അത്തരം കാര്യങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്കെടുത്തത്. ഡോക്ടർ പറഞ്ഞിരുന്ന ടൈമില്ലായിരുന്നത്. എന്നിരുന്നാലും ഞാൻ ചെറിയ ചോദ്യം ചോദിക്കുന്നു. എനിക്ക് ഈ തൈറോയിഡിന്റെ അസുഖമുണ്ട്. അപ്പൊ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. 50 mg ആണ് കഴിക്കുന്നത്. അപ്പോ എനിക്ക് എനിക്ക് റംസാൻ ഇപ്പൊ ഇതുവരെ ഞാൻ കഴിച്ചിരുന്ന കാലത്താണ് വെറും മരുന്ന് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ റമദാന് നോമ്പ് തുറന്ന ഉടനെ കഴിക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോ അതിന്റെ കൂടെ ഭക്ഷണമൊന്നും കഴിക്കണില്ലെങ്കിലും ഈ ജ്യൂസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. അതായത് ജ്യൂസോ അല്ലെങ്കിൽ ടാങ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ വെള്ളത്തിനോട് കൂടി കുടിക്കാൻ പറ്റുമോ, അല്ല അതും ഒഴിവാക്കി വെറും വെള്ളം മാത്രമേ അരമണിക്കൂറിന്റെ ഉള്ളിൽ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ള ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറുപടി തരുന്നതിന് ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ തൈറോയിഡിന്റെ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള അസുഖമായിരിക്കും നിങ്ങൾക്ക്. 50 mg മരുന്ന് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ
സ്ഥിരമായിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നത് തൈറോക്സിൻ എന്ന് പറയുന്ന ഒരു ഗുളികയാണ്. അത് ഏറ്റവും നല്ലത് വെറും വയറ്റിലാണ് കഴിക്കാൻ നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ വെറും വയറ്റിലല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായ ഫലം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതായത് ഉദാഹരണം പറയാൻ ഭക്ഷണം വന്നു കഴിഞ്ഞാൽ അതിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം ചിലപ്പോൾ തടയാം, അതല്ലെങ്കിൽ വൈകാം. ഇതുകൊണ്ടാണ് നമ്മളത് ഭക്ഷണത്തിന്റെ മുമ്പായിട്ട് വെറും വയറ്റിൽ കഴിക്കണം എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് നമ്മൾ നോമ്പ് നോറ്റ ഒരാള് അതിനുവേണ്ടി മാത്രം അത്രയും സമയത്തേക്ക് ഭക്ഷണം പിടിച്ചു നിൽക്കണം എന്ന് പറയുന്നത് അതിനേക്കാളും നല്ലത് നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ച നോമ്പ് തുറന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കഴിച്ച ഉടനെ ആദ്യത്തെ മുറുക്ക് വെള്ളം കഴിച്ച ഉടനെ തന്നെ ഈ ഗുളിക കഴിച്ച് നമ്മൾ സാധാരണ മറ്റു ഭക്ഷണങ്ങളും കഴിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി മാത്രം അരമണിക്കൂർ നോമ്പ് വൈകുന്നത് എന്ന് പറയുന്നത് അത്ര ആരോഗ്യകരമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അത് ആഗിരണം ചെയ്യപ്പെടും, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് തൊട്ടടുത്ത ഡോസ് എന്ന് പറയുന്നത് പിന്നെ 100 ആണ്. നമുക്ക് ഒരു മാസം ഒരു തൈറോക്സിന്റെ ഗുളിക തൈറോയിഡിന്റെ ഗുളിക എന്ന് പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഡോക്ടർ DC ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരത്തെ DC ആയി പിന്നെ അവസാനം ശരിയായതാണ്. അതേപോലെ തന്നെ രാവിലെ DC ആയി പോലെ തന്നെ DC ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ കേൾക്കുന്നുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമ്മള് ഒന്ന് ബോണസ് ചെയ്യാം. ഒന്ന് അൺബോണസ് ചെയ്താൽ മതി. അൺബോണസ് ചെയ്യട്ടെ. ഓക്കെ, അൺബോണസ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ. പിന്നെ ചിലപ്പോ ലോഗിൻ ചെയ്ത് തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് സമയം 3 മണിക്കൂറിലേറെ വന്നിട്ടുണ്ട്, ഡോക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ അവസാനം പറഞ്ഞ മറുപടി മുഴുവനായിട്ട് കേട്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർത്തിയിട്ട് ചെയ്യാൻ നേരിട്ട് ഇല്ല. ഞാൻ പറഞ്ഞത് ഭക്ഷണം ഈ ഗുളികയുടെ ആഗിരണത്തെ തടയാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് വെറും വയറ്റിൽ കഴിക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി മാത്രം ഒരു നോമ്പ് തുറ അരമണിക്കൂർ വൈകുന്നത് അഭികാമ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെറിയൊരു മാറ്റേ വരുത്തുന്നുള്ളൂ, അതും 1 മാസത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ നോമ്പ് തുറന്ന ഉടനെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിച്ച ഉടനെ തന്നെ ആ തൈറോയിഡിന്റെ ഗുളിക കഴിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കാത്തിരിക്കാതെ തന്നെ നിങ്ങൾക്ക് മറ്റു ഭക്ഷണങ്ങളും സാധാരണ പോലെ കഴിക്കാവുന്നതാണ്. ഞാൻ മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നു. മൈക്ക് റിലീസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമല്ലോ? എന്തായിരുന്നാലും ഇതുവരെ ഒരു 3 മണിക്കൂറിലേറെ സമയമായി എന്ന് തോന്നുന്നു. എന്നെ ആരും ചോദിക്കാൻ കൈ പൊക്കണ്ട. കാരണം ബഹുമാനപ്പെട്ട ഡോക്ടർ ഗൗറകൾക്ക് പിന്നെ എന്നെ ഡ്യൂട്ടിയുണ്ട്. അതും കൂടാതെ 3 മണിക്കൂറിലേറെ സമയം ഇൻഷാ അല്ലാഹ് എന്നൊരവസരത്തിൽ ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് ചോദ്യത്തിന് മറുപടിയൊക്കെ നമുക്ക് ഈ ക്ലാസ് റൂമിലെ ലഭിക്കും ഇൻഷാ അല്ലാഹ്. വളരെ നല്ല എല്ലാവർക്കും അവരവരുടെ ജീവിതത്തിൽ പകർത്തുവാൻ, പല അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ, അതിന്റെ പ്രതിവിധി, അതിനെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ ആഴത്തിൽ തന്നെ നമുക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ആഫിയത്തോടുകൂടിയുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെയുള്ള ക്ലാസുകൾ നടത്തി നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾക്ക് സംശയ നിവാരണം നടത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ
പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ റഹ്മാൻ സാഹിബ് അവർക്ക്. ഞങ്ങൾ രാവിലെ തുടങ്ങിയപ്പോ ഒരു പാട്ടുമായി ഞാൻ വന്നാണ്. പാട്ടുപാടി കയറി പാട്ട് കഴിഞ്ഞു. പിന്നെ അവസാനം നമ്മുടെ ഇസ്മായിൽ അലിക്കാട് പറഞ്ഞ് കമ്പ്യൂട്ടറിനെ കുറിച്ചൊരു ക്ലാസ് ആയിക്കോട്ടെ എന്നുള്ള കഥ. അങ്ങനെ അവിടുന്ന് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങിയപ്പോ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അസുഖങ്ങളെ പറ്റി പറഞ്ഞപ്പോ പിന്നെ ഡോക്ടർ സാഹിബ് വന്നപ്പോ പിന്നെ നമുക്ക് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പല പിന്നെ സംശയങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഡോക്ടറോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ്. ഇത് ഇങ്ങനെ ഈ നിലയിൽ ഇങ്ങനെ എത്തുന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പലർക്കും അത് നിങ്ങൾ കേൾക്കണ്ട, തങ്ങളെ രാത്രി ഒന്നാ മതി, ഇനിയിപ്പോ ഉറങ്ങണം, ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്റെ വർക്കിന് സമയമാണ്, എന്റെ 3 മണിക്കൂർ വർക്ക് നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ തുടങ്ങിയതാണ് ഈ രൂപത്തിൽ ഇവിടെ അവസാനിച്ചത്. അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇനിയും നല്ല നല്ല ക്ലാസുമായി നമ്മുടെ ക്ലാസ് റൂമിനെ സജീവമാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതിന് തുടക്കം കുറിച്ച ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മൾ തുടങ്ങാമെന്ന് നമ്മുടെ ക്ലാസ് റൂമിലെ അഡ്മിന്മാരും മറ്റുമൊക്കെ തയ്യാറാക്കി അത് തുടങ്ങാമെന്ന് ആലോചിച്ചുകൊണ്ട് തുടങ്ങി. അതിന് ചോദിക്കേണ്ട പലരും ചോദിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പരിപാടി ലൈവായി കൊണ്ടുപോകാൻ ഉസ്താദുമാരൊക്കെ ഇൻഷാ അല്ലാഹ് ഇനിയും ഡോക്ടർ സാഹിബ് ഇനിയും വരും ഇൻഷാ അല്ലാഹ്. സമയമുള്ളപ്പോഴൊക്കെ ക്ലാസ് റൂമിൽ സജീവമാകാറുണ്ട്. നമുക്ക് ചോദിക്കുന്ന സംശയമുള്ള പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാൻ കൂടി സാധിക്കും. ചോദിക്കാം. ആവേദങ്ങൾ എന്താണ് കൈവക്ക് ചോദിക്കാണ്ട, ഇനി ചോദിക്കണ്ട, കാരണം ഡോക്ടർക്ക് പോകാറായി. ഡോക്ടർ നേരത്തെ പറഞ്ഞു 15 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ സമയം അരമണിക്കൂർ അടുത്ത്. ഇനി പിന്നീട് ചോദിക്കാം താങ്കളെ.